മൻസൂർ. ഞാൻ സുഖമായിരിക്കുന്നു. നീയോ? താങ്ക്സ് ഡാ. ശരിടാ, ഞാൻ വേഗം വരാം. ചേട്ടാ ഇവിടെ ഇരിക്കുകയായിരുന്നു. ദുബായിൽ നിന്ന് മൻസൂർ വിളിച്ചിരുന്നു. പെട്ടെന്ന് കയറി ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ആ വിസയും ടിക്കറ്റും ഒക്കെ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോകണം. അത്ര ദൂരം നീ പോണോ? നിനക്കിവിടെ ജോലിയൊക്കെ ഉള്ളതല്ലേ? ഇവിടെ ഒരു വർക്ക് കഴിഞ്ഞ് അടുത്തത് തുടങ്ങാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ ദുബായ് അങ്ങനല്ല. അവിടെ കൺസ്ട്രക്ഷൻ നല്ല സ്കോപ്പാ. പിന്നെ ഏജന്റ് വഴിയൊന്നും അല്ലല്ലോ. മൻസൂർ വിളിച്ചിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. സുമതിക്ക് വയ്യാത്ത ഈ സമയത്ത് നീ എവിടെ പോയാൽ? ചേച്ചിക്ക് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവും ചേട്ടാ. ചേച്ചി ഈ അവസ്ഥയെ വിട്ടിട്ട് പോകാൻ എനിക്ക് വിഷമമുണ്ട്. പിന്നെ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാ ഞാൻ പോകാൻ തീരുമാനിച്ചത് തന്നെ. മാമൻ പോയാ എന്റെ കൂടെ ആരാ കളിക്കാ? ഞാൻ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ വരത്തില്ലടാ കുട്ടാ. വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഒരു സൂപ്പർമാൻ ടോയ്. ഓക്കെ ആനന്ദ്, വരൂ. മൻസൂർക്ക് വിസ കൊടുത്തയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദുബായ് പോകാനുള്ളതാ. വിദേശത്തൊക്കെ പോകാനൊരു യോഗം വേണം. യോഗമൊന്നും വേണ്ട. മൻസൂറിനെ പോലൊരു നല്ല ഫ്രണ്ട് ഉണ്ടായാൽ മതി. അവനില്ലായിരുന്നെങ്കിൽ ദുബായ് ഞാൻ മാപ്പിലായിരിക്കും കാണുക. ഇക്ക നാട്ടിൽ വന്നിട്ട് 2 വർഷമായി. കല്യാണത്തിന് പോലും വന്നില്ല. എന്റെ കല്യാണ സീഡിയെങ്കിലൊക്കെ അവിടെ കാണാൻ പറയണം. നിക്കൊന്നേ പറയാനുള്ളൂ. 10 ദിവസത്തിലൊരിക്കൽ അവന്റെ ശബ്ദം ഫോണിൽ കേൾക്കും. ഓനെ ഓർക്കുമ്പോ ഓന്റെ ഫോട്ടോ എടുത്ത് നോക്കും. നിക്ക് ഓനെ കാണാൻ കൊതിയാവണം. ഉമ്മാക്ക് മോനെ കാണണം, അനിയത്തിക്ക് ഇക്കയെ കാണണം, പുയ്യാപ്പിളക്ക് അളിയനെ കാണണം, എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണണം. നമുക്കെല്ലാവർക്കും മൻസൂറാണ്. ചേച്ചി, ഞാൻ നല്ലൊരു ജോലി പ്രതീക്ഷിച്ചാ പോകാൻ തീരുമാനിച്ചത്. അല്ലാതെ ചേച്ചി ഈ അവസ്ഥ വിട്ടിട്ട് പോകുകയല്ല. അതെന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോഴേക്കും പഴയ പോലെ ചേച്ചിയുടെ സംഗീതം കൊണ്ട് ഈ വീട് നിറഞ്ഞിരിക്കണം. ഈ മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അനുഗ്രഹിക്കണം. നീ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റിൽ വരുന്നേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. എയർ ഹോസ്റ്റസ് ഒക്കെ ഹീറോയിൻസിനെ പോലെ ഉണ്ടായിരുന്നടാ. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് ഓഫീസ്. ഒരു വീടിന് ആവശ്യമുള്ളതൊക്കെ ഇവിടെ കിട്ടും. ഇതുപോലത്തെ ടീ കെറ്റിൽ, എമർജൻസി ലാമ്പ്, ബൾബ്, അങ്ങനെയെല്ലാം. ചിലപ്പോൾ ഓഫീസിലും സെയിൽസിനും പോവേണ്ടി വരും. ആണോ? ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു. ഡെലിവറി ചെയ്യാനാ. ഇപ്പൊ തന്നെ ലേറ്റാ. നിന്റെ ഒരു കാര്യം. ഓടാ. വാടാ, അവിടെയാ. എന്താടാ, ടയർഡായോ? ഹായ്. ഇതാണ് നമ്മുടെ കൊട്ടാരം. വാ. എന്താ സ്വാമി ശംഖ് കറക്കിക്കൊണ്ടിരിക്കുക? മൻസൂറാ, വാ. ഞാൻ പറഞ്ഞില്ലേ, സ്വാമി ഫ്രം ചെന്നൈ. ഊരിൽ നിന്ന് ഫ്രണ്ട് വരുമെന്ന് വിചാരിച്ചു, വന്നു. കാലത്ത് തൊട്ട് ശംഖ് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തെന്മേற்கு ദിശയാണ് കാണിക്കുന്നത്. ഓരോരോ ദിശയ്ക്ക് ഓരോ ഫലമുണ്ട്. തെന്മേற்கு ദിശയെന്നാൽ പുതു ഫ്രണ്ട് വരുമെന്നാണ് കണക്ക്. അമ്പി വന്നുല്ലോ. രാവിലെ ഇപ്പം വരുന്ന പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എന്താ കളിയാക്ക? പോടാ ബ്രദർ, ഞാൻ നാരായണ സ്വാമി. ഫാമിലി എല്ലാം ഊരിലിരിക്ക. ഇവിടെ ഒരു റെസ്റ്റോറന്റിലെ കിച്ചണിലാണ്. പാചകക്കാരനാ. എനിക്ക് ജോത്സ്യത്തിൽ നല്ല പിടിപാടുണ്ട്. നോക്ക്, അനിയൻ വന്ന സമയം വെച്ച് എനിക്കൊരു കാര്യം പറയാൻ പറ്റും. നിനക്കൊരു പെണ്ണാലെ നല്ല ലൈഫ് കിടക്കും. സ്വാമി, അവൻ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. അതും ഇതൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടരുതിട്ടാ. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഇവനൊരു പെണ്ണാലെ നല്ല ലൈഫ് കിടക്കും. വെൽക്കം. താങ്ക് യു. കുടിക്കൂ. എനിക്കില്ല. താങ്ക്സ്. ജീവിതം കിട്ടുമോ ഇല്ലയോ? കോഫി കിട്ടും. ആനന്ദ്, ഇവൻ സുന്ദർ. ഹായ്. ഹലോ. ഞങ്ങൾക്ക് എപ്പോൾ വിശക്കും, ഞങ്ങൾ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എല്ലാം സുന്ദർ നോക്കിക്കോളും. ഈ ഓൺലൈനിൽ ടെലിഫോൺ ബില്ലടയ്ക്കുന്നത്, കറണ്ട് ബില്ലടയ്ക്കുന്നത് ഒന്നും ഞങ്ങൾ നോക്കാറില്ല. എല്ലാം സുന്ദർ നോക്കിക്കോളും. അയ്യോ, ആനന്ദ് വിചാരിക്കും ഞാൻ സ്വന്തം കാശെടുത്താ കെട്ടുന്നതെന്ന്. ഇവര് തരും, ഞാൻ കെട്ടും. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ചില പ്രോബ്ലംസ് കാരണം ശമ്പളം കിട്ടുന്നില്ല. വിസ ഉള്ളതുകൊണ്ട് ജോലി കളഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ 3 പേരേ ഉള്ളോ? ഇവിടെ 4ാമത് ഒരുത്തം കൂടിയുണ്ട്. നീ രാവിലെ എഴുന്നേക്കുമ്പോ ആ പുതിയ അവതാരത്തിനെ കാണാം. ഇപ്പൊ ആളെവിടാ? എല്ലാവർക്കും നേരം വിളിക്കുന്ന രാവിലെ, അവന് നേരം വിളിക്കുന്ന രാത്രിയില്ല. ജെയിംസ്. ഫാത്തിമ, ഞാൻ പറയാറില്ലേ, ഇതാണ് ജെയിംസ്. നമസ്കാരം. നമസ്തേ ഭായ് സാർ. ഫാത്തിമയെ ഞാനും കല്യാണം കഴിച്ചു. അവൾ എനിക്ക് വേണ്ടി വീട് ഉപേക്ഷിച്ചു വന്നിരിക്കുക. ഞങ്ങൾക്ക് താമസിക്കാൻ വീട് കിട്ടുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ജെയിംസ്. നോ പ്രോബ്ലം. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി.
എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാം. ശരി. ഗോപാലകൃഷ്ണൻ സാറിനോട് പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലം റെഡിയാക്കി തരാം. നിങ്ങൾ രണ്ടാളും അവിടെ താമസിച്ചോളൂ. ഹലോ ഹലോ ചേട്ടാ, ഞാൻ ആനന്ദാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞാൻ ഇവിടെ സുഖമായിട്ട് എത്തിയേട്ടാ. അവിടെ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. മൻസൂർ ഉണ്ടോ അവിടെ? ഒരു മിനിറ്റ് ഏട്ടാ, ഇപ്പൊ കൊടുക്കാം. എടാ ചേട്ടനാ നാട്ടിൽ നിന്ന്. ഹലോ, ആ അങ്കിൾ സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ആദ്യമായിട്ടാണ് അവനെ പിരിഞ്ഞിരിക്കുന്നത്. ആനന്ദിനെ പറ്റി വിഷമിക്കണ്ട, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ആ ശരി ശരി. ഓക്കെ അങ്കിൾ, ഓക്കെ ഓക്കെ. പോടാ, ടൈം ആവുന്നു. വാ പോ. ഞാനെന്താ വന്ന പുതുസിലെ 4 മണിക്കെല്ലാം എഴുന്നേക്കുമായിരുന്നു. ആ എണീറ്റ് എന്ത് ചെയ്ത് 4 എഴുന്നേറ്റിട്ട് വീണ്ടും 4 കിടന്നു. ഞാൻ എന്ത് ചെയ്യാനാ, ദുബായിയുടെ മീനരാശി അങ്ങനെയാണ്. എന്താ ഇപ്പൊ നാട്ടിന് രാശി കണ്ടുപിടിക്കാൻ തുടങ്ങിയോ? അതെ, ഇന്ത്യക്ക് കന്നിരാശി. 4 സൈഡും പെണ്ണുങ്ങളല്ലേ ഭരിക്കുന്നത്. ഇപ്പോ കടലിൽ കിടക്കുന്ന മീനുകൾക്ക് രാത്രിയുമില്ല പകലുമില്ല, അതുപോലല്ലേ ദുബായും. ദുബായിക്ക് മീനരാശി എങ്ങനെയുണ്ട് കണ്ടുപിടിപ്പ്? നിങ്ങളാരും ജ്യോതിഷരത്നം കൊടുങ്ങല്ലൊരു വാസുദേവ പണിക്കരാ. സമി, ആദ്യമായിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ജോലിക്ക് ട്രൈ ചെയ്യാൻ പോവാ. 2 നല്ല വാക്ക് പറഞ്ഞയച്ചൂടെ? അതെ, നിനക്കൊരു പെണ്ണാലെ നല്ല യോഗം വരുമെന്ന് പറഞ്ഞില്ലേ, രാഹുകാലത്തിനും പറഞ്ഞ്. താങ്ക്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആ ജെയിംസ്, ആ വാടാ. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ആനന്ദ് ഇന്നലെ എത്തി. ഹലോ. ഹലോ. ഇവന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി ഗോപാലകൃഷ്ണൻ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നസീറിന്റെ ഹോട്ടലിലേക്ക് വന്നേക്കൂ. ഗോപാലകൃഷ്ണൻ സാർ അവിടെ വരും. സാറിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാനും സംസാരിക്കാം. താങ്ക് യു ജെയിംസ്. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓൾ ദി ബെസ്റ്റ്. ആരാടി ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണൻ സാർ പണ്ട് ഇവിടെ വന്ന മലയാളികളുടെ ഒരാളാണ്. ഈ നാട്ടിൽ എല്ലാവരുമായിട്ടും നല്ല പരിചയം. ഒരു കോടീശ്വരനായ അറബിയുടെ ഇവിടുത്തെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത് ഗോപാലകൃഷ്ണൻ സാറാ. അറബി എപ്പോഴും പുറത്താണ്, പക്ഷെ അറബിക്ക് നല്ല വിശ്വാസമാണ് ഗോപാലകൃഷ്ണൻ സാറിനെ. നമ്മുടെ ജെയിംസുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വെൽവിഷറാണ്. ഡാ, നീ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ ചെക്ക് വാങ്ങിയിട്ട് വരും. ഓക്കെ. ബ്ലൈൻഡ് ഫ്യൂറി. എന്താടാ എന്താ നോക്കുന്നത്? ബ്ലൈൻഡ് ഫ്യൂറി എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാരും ബ്ലൈൻഡ്സ് ആണോടാ? അതെ, എല്ലാവരും ബ്ലൈൻഡ്സാ. കൊച്ചിയിലൊരു ഹോട്ടലിൽ പാടിക്കൊണ്ടിരുന്നതാ. നമ്മുടെ ജെയിംസ് ആണ് ഇവരോട് ആക്കി കൊടുത്തത്. ഇവരുടെ പ്രോഗ്രാം നടക്കുന്ന അന്ന് ഈ റെസ്റ്റോറന്റ് ഹൗസ്ഫുള്ളാ. ആണോ? അപ്പൊ ഇന്ന് എനിക്ക് അവരുടെ പ്രോഗ്രാം കാണാൻ പറ്റുമോ? പറ്റില്ല. വ്യാഴം വെള്ളി ശനി 3 ദിവസത്തെ പ്രോഗ്രാമാ. പാടുന്ന ആൾക്ക് ത്രോട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഹോസ്പിറ്റലാണെന്ന് ജെയിംസ് എന്നോട് പറഞ്ഞിരുന്നു. ഓ അത് ശരി. ശരി, വാ റെസ്റ്റോറന്റ് പോ. പൂർണ്ണിമയെ കാണാനല്ലേ? ഒന്ന് പോടാ, നീ വാ. പ്ലീസ് കം. ഇങ്ങേറെ ഹോട്ടലിന്റെ ഉടമ ഇബ്രാഹിം റബ്ബാനി. ഏതാ ഈ പെണ്ണ്? എന്താടാ അത്രയും വലിയൊരു മനുഷ്യൻ പോകുന്നു നീ കണ്ടില്ല? അതയാളുടെ മകളാ. നീ വാ. ഈ നാട്ടിലുള്ള ഷെയ്ക്കുകൾക്ക് ഈസി ആയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ആളാ. എല്ലായിടത്തും അയാൾക്ക് നല്ല പിടിപാടുണ്ടാ. ഗൾഫിൽ മിക്ക സ്ഥലത്ത് അയാൾക്ക് ഹോട്ടലുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ഹോട്ടൽ ഇതാ. എങ്ങനെയാണ് ഇത്രയും വലിയ ഹോട്ടലെല്ലാം ഓരോ സ്ഥലത്തും കിട്ടുന്നത്? പത്രത്തിൽ മീഡിയയിലൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു സർവറായിട്ട് ജീവിതം ആരംഭിച്ചെന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങേരുടെ കൂടെ സർവറായി ജോലി ചെയ്തവരെല്ലാം ഇന്നും സർവറാ. ഹലോ മിസ്റ്റർ റോയ്. സർ. മിസ്റ്റർ ബോസ്. ഹലോ. ലെറ്റ്സ് ഗോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഞാനിന്ന് വലിയ സന്തോഷത്തിലാണ്. ജോലി തെരഞ്ഞ് ഈ നാട്ടിൽ വന്ന ഞാൻ ഒരു സർവറായി എൻ്റെ ജീവിതം ആരംഭിച്ചു. ഞാൻ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അധ്വാനമാണ് അതിന് കാരണം. ബിക്കോസ് ഓഫ് മൈ ഡെഡിക്കേഷൻ ആൻഡ് യുവർ കോഓപ്പറേഷൻ. ലണ്ടനിലുള്ള ഇൻ്റർനാഷണൽ ചെയിൻ ഓഫ് ഹോട്ടൽസ് ചെയർമാൻ മിസ്റ്റർ മുഹമ്മദ് അഷ്റഫ് ആൻഡ് സൺ മിസ്റ്റർ ബഷീർ അഹമ്മദ് നമ്മുടെ കൂടെ ജോയിൻറ്റ് വെഞ്ചറിന് തയ്യാറാണ്. അതിൻ്റെ MOU സൈൻ ചെയ്യാൻ അവരടുത്ത ആഴ്ച വരുന്നുണ്ട്. നമ്മളും അവരെ കൂടെ ചേർന്ന് ഒരു 7 സ്റ്റാർ ഹോട്ടൽ പണിയാൻ പോകുന്നു. ഇതുവരെ ഗൾഫിൽ മാത്രം ബിസിനസ് ചെയ്തിരുന്ന നമ്മൾ ലണ്ടനിലും തുടങ്ങാൻ പോകുന്നു. ഈ പ്രോജക്റ്റ് ഒരു ടഫ് കോമ്പറ്റീഷന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. എൻ്റെ ഡോട്ടർ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ പ്രോജക്റ്റിൽ നിഷയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. യു ഷുഡ് ഓൾ കോഓപ്പറേറ്റ് വിത്ത് ഹർ.
ജെയിംസ്, ഇതിൽ 25 ലക്ഷം രൂപയുണ്ട്. ഡിലേ ആക്കാതെ അയക്കണം. നാട്ടിൽ എൻ്റെ വീട് പണി നിൽക്കരുത്. അത് ഞാൻ നോക്കിക്കോളാം. ഒരു ഉപകാരം, എൻ്റെ ഫ്രണ്ട് നൗഷാദ് വിവാഹം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടേ. അവർക്ക് താമസിക്കാനൊരു സ്ഥലം. നല്ല പയ്യനാണോ? ഓ, നല്ല പയ്യനാ. എന്നായിക്കോട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. ഇതെൻ്റെ ഫ്രണ്ട് ആനന്ദ്. നാട്ടിൽ നിന്ന് വന്നാ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആള് നല്ല മിടുക്കന സാർ. ആള് നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വന്ന നേരെ ശരിയല്ല. റിസർഷനാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റും ഡൗൺ ആണ്. 15 വർഷം മുമ്പ് ആളുകളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാം. എന്താ പോരെ? അപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ. മൻസൂർ, ആനന്ദിനെ എൻ്റെ ഓഫീസ് ഒന്ന് കാണിക്കാം. ആനന്ദ് വാ. ആ, ഇവരെത്തിയോ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? സാർ, പാക്ക് ചെയ്തോന്നാ ചോദിച്ചത്. ഇവിടത്തെ നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇതിനപ്പുറം ഞാനെന്ത് ചെയ്യാനാ? കണ്ണ് കാണാത്ത നിങ്ങൾ വെറും 5-നും 10-നും നാട്ടിൽ പാടി നടന്ന് ഉള്ള ടാലന്റ് കളയേണ്ടെന്നോർത്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാടുന്നവന്റെ തൊണ്ട ശരിയല്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഹോട്ടലുകാരന്റെ കൈയും കാലും പിടിച്ച് പറയാൻ പറ്റുമോ? മനസ്സിലാക്ക്, ഓഡിയൻസ് അട്രാക്ഷൻ എല്ലാം പോയി. എത്ര നാൾ നിങ്ങളിങ്ങനെ ഡമക്കെന്ന് അടിച്ചോണ്ടിരിക്കും? ഓപ്പറേഷൻ കഴിഞ്ഞാൽ ജലീൽ വീണ്ടും പാടും സാർ. ഇനി മാനേജ്മെന്റ് കേൾക്കുമെന്ന് തോന്നില്ല. വേറെ ട്രൂപ്പിനെ കൊണ്ടുവരാൻ പറയുന്നു. നിങ്ങളൊന്ന് പോകാൻ നോക്ക്. വിശാൽ, നാളെ രാവിലെ ഇവരെല്ലാവരും എയർപോർട്ടിൽ എത്തിക്കണം. ഓക്കെ? ഇന്നത്തെ കാലത്ത് ആരെ സഹായിക്കാൻ പാടില്ല. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. നീ എനിക്ക് സർപ്രൈസ് ഒന്നും തരാറില്ലേ? അതുകൊണ്ട് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി. സോ ദിസ് ഈസ് സർപ്രൈസ്. യെസ് സർ. കംഫർട്ടബിൾ ഹിയർ? യെസ് സർ. കൂൾ. ഓക്കെ, ഇന്ന് എൻ്റെ വെഡ്ഡിംഗ് ഡേ ആ പൂർണിമ. ഓ, ഹാപ്പി ആനിവേഴ്സറി. നിന്റെ വിഷസ് വാങ്ങാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ വെഡ്ഡിംഗ് ഡേ ആയിട്ട് സ്വന്തം ഭാര്യയെ വിട്ടിട്ട് വേറൊരു പെണ്ണെ തേടി വരണമെങ്കിൽ എന്താ അർത്ഥം? അറിയില്ല സർ. എന്നെ സാറിന് വിളിച്ച് കൊല്ലല്ലേ. നിന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞു, സ്ട്രെയിറ്റ് ആയിട്ടും പറഞ്ഞു. ഇത് കൂടുതൽ എങ്ങനെയാ മോളെ ഓപ്പൺ ആയിട്ട് പറയുക? ശരി, വാ, ക്ലബിലേക്ക് പോവാം. എന്റെ വെഡ്ഡിംഗ് ട്രീറ്റിനാണ് ഞാൻ വിളിക്കുന്നത്. അതിന് നിങ്ങൾ നിങ്ങളുടെ വൈഫിന്റെ കൂടെ വരൂ. അപ്പൊ ഞാൻ വരാം. വരും പൂർണിമ, നിന്നെ ഞാൻ വരുത്തും. ഡാ സുന്ദർ, എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? ഇല്ല, ദിലീപിന്റെ ഒരു 5-6 പടത്തിന്റെ ഒരുമിച്ചുള്ള DVD കിട്ടി. പക്ഷെ പടം വരുന്നില്ല. ഡാ, ഇതുപോലെ കള്ള സിഡിയില്ലേ ദിലീപിന്റെ സിനിമ കാണാൻ പറ്റൂല, ദിലീപിന്റെ ഫോട്ടോ കാണാം. ഡാ മൻസൂർ, ഞാൻ മറന്നുപോയടാ. നിന്റെ അനിയത്തി അവളുടെ കല്യാണ സീഡി എന്റെ തന്നു വിട്ടിട്ടുണ്ട്. കൊണ്ടുപോടാ വേഗം. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നമ്മുടെ റൂമിൽ ആദ്യമായിട്ട് ഇടുന്ന മംഗളകരമായ ഒരു സീഡി ആയിക്കോട്ടെ. ഭഗവാനേ. ഏയ്, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റത്തോണ്ടാ നിങ്ങളാരും വിളിക്കാതിരുന്നേ. അത് സാരമല്ലടാ, നിന്റെ കല്യാണത്തിനെങ്കിലും മറക്കാതെ വിളിക്ക്. എന്റെ അറിവില് അനിയത്തിയുടെ കല്യാണം CD-യിൽ കാണാൻ പോകുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. സമി ഒന്ന് നീങ്ങിയിരുന്നേ. കുടുങ്ങോ. ഐശ്വര്യമായിട്ടിടെ. ബ്ലൈൻഡ് ഫ്യൂരിയിൽ നീ തന്നെ പാടണം. ഞാൻ പാടാനോ? ഇതൊക്കെ ചുമ്മാ ലൈറ്റ് മ്യൂസിക് അല്ലേ? ഡാ, ഇത് ബ്ലൈൻഡ്സിന്റെ മ്യൂസിക്കാ. ഒരു കറുത്ത കണ്ണാടി വെച്ചാൽ നീയും ബ്ലൈൻഡായി. ഏയ് ജെയിംസേ, അതൊന്നും ശരിയാവില്ലടാ. ഡാ, ആ പ്രോഗ്രാമിന്റെ അട്രാക്ഷനെ അവര് ബ്ലൈൻഡ് ആയതുകൊണ്ടാ. അല്ലെങ്കിലേ മാനേജ്മെന്റ് അവർ അയക്കെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ആ പാവം വിചാരിച്ച് അയക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അവനടുത്ത് റിസ്ക് എടുക്കാൻ പറയണം. ഏയ്, അവൻ വിസിലാണോ വന്നിരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചാൽ അകത്ത് പോകും. ഏയ്, ശംഖു ചുറ്റിച്ച് നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയും. നീ വായ മൂടിയിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡാ, മൻസൂർ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് ആരെയും പറ്റിക്കണമെന്നില്ല. ഒരു 5 നിമിഷം വേഷം മാറുന്നു, അത്രേ ഉള്ളൂ. ആ 5 മിനിറ്റ് ധാരാളം മതി പ്രശ്നം ഉണ്ടാവാൻ. നമ്മൾ കള്ളം പറയുന്നതുകൊണ്ട് 4 പേർക്ക് ജീവിതം കിട്ടുമെങ്കിൽ ആ കള്ളം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പറയാം.
ഞാൻ പാടാം. Hi, I'm Nisha. Congratulations. ഹായ്. You really sung very well. നിങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ടാലന്റിന് നിങ്ങൾ ഉയരങ്ങളിലെത്തും. You'll have many fans, but I'll be the first one for you. കണ്ണ് കാണുന്ന ഞങ്ങള് പൊള്ളയായ ലോകമാണ് കാണുന്നത്. കണ്ണ് കാണാത്ത നിങ്ങളാണ് നന്മയുടെ ലോകം കാണുന്നത്. All the best, Mr. Anand. താങ്ക് യു. രക്ഷപ്പെട്ടു. ഏയ് നിനക്കൊരു ഉഗ്രം വേഷ ജെയിംസ് ഇട്ട് തന്നെ. അതെ അതെ. ഇനി പെർമനന്റ് ആയിട്ട് ഈ വേഷം തന്നെയാ. വെച്ചോ, വെക്കടാ, കണ്ണാടി വെക്കേ. ഓക്കെ. ഇങ്ങോട്ട് വാ മോനെ. ആ നിഷ. ഡാഡി, ഞാൻ ഹോട്ടലിൽ നിന്നാ വരുന്നേ. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബാറിലും പിന്നെ റെസ്റ്റോറന്റിലും എല്ലാം ചില തിരുമറകൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡിസ്മിസ് ഓൾ ഓഫ് ദം. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ എമോഷൻസ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളവുകൾ നടന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കാതിരുന്നാൽ കണ്ടുപിടിക്കുമോ എന്ന ഭയം എപ്പോഴും ഉണ്ടാകും. ചോദിച്ചാൽ ഇത്രയോ ഉള്ളൂ എന്ന് തോന്നി പേടിയങ്ങ് പോകും. അതിന് അവരെ വെറുതെ വിടണോ? തെറ്റില്ല മോളെ. ചാവാൻ വേണ്ടി കടലിൽ ചാടുന്നവനെ പോലും വെള്ളം ശമിച്ച് 3 തവണ പൊക്കിവിടും. നീ 3 തവണ ക്ഷമിക്കേണ്ട, 1 പ്രാവശ്യം ക്ഷമിക്ക്, നിന്റെ ഡാഡിക്ക് വേണ്ടി. ഓക്കെ, ഹാവ് യുവർ ഡിന്നർ. ഗുഡ് നൈറ്റ്. തെറ്റ് ചെയ്യാതെ മാപ്പ് ചോദിക്കുന്ന ഡാഡിയെ ഞാൻ ഈ വീട്ടിലാ കാണുന്നത് മോളെ. നീ ഭാഗ്യമുള്ളൊരു കുട്ടിയാ. ജീവൻ പോയാലാ കരയ്യ, പക്ഷെ നീ കരഞ്ഞ അദ്ദേഹത്തിന്റെ ജീവൻ പോകും. നീ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നിന്റെ ഉമ്മ മരിച്ച സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തെ 2ാം കല്യാണത്തിന് നിർബന്ധിച്ചു. പക്ഷെ ഡാഡി അതിന് സമ്മതിച്ചില്ല. ഞാനും എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചത് 2 വാക്ക് മാത്രം. നിഷ കഴിച്ചോ, നിഷ ഉറങ്ങിയോ, ഡാഡിക്കെല്ലാം നീയാ. ഈ ബാൾ എങ്ങനെ അടിക്കാൻ പോകുന്നു നോക്കിക്കോ. സൂപ്പർ. ധോണി വന്നതിന് ശേഷമാണ് നമ്മുടെ ടീം ഒന്ന് ഫോം ആയത്. അവന് 10ാം ഇടത്തിൽ ശുക്രൻ ഉച്ചത്തിലാണടാ. 28 വർഷത്തിക്കപ്പുറം ഇന്ത്യക്ക് വേൾഡ് കപ്പ് വാങ്ങിക്കൊടുത്തത് വെറുതെയാണോ? കാലത്ത് ഞാൻ ശംഖ് ചുറ്റിച്ചു നോക്കി. പാകിസ്ഥാനിന്ന് പണി കിട്ടും. मैच ये लोग फिक्स करते हैं और नाम पाकिस्तान का लग जाता है. बहुत खुश हैं ये लोग. सारा मैच फिक्स है. अभी देखिए एक एक करके विकेट गिरेगा. എന്താടാ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങളുടെ തലേ കയറണോ? ओए, रुमाल घुमा के मैच इंडिया फिक्स करता है, ये सबको पता है. और नाम खराब पाकिस्तान का है. പഴി പോടരുതാ. വേണമെന്ന് പറഞ്ഞ് പ്രശ്നം കൊണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ നാട്ടിൽ ഒരു പക്ഷിക്ക് പോലും സമാധാനമായിട്ട് പറക്കാൻ പറ്റില്ലല്ലോ. पाकिस्तान के बारे में ഇനി ഇന്ത്യയെ പറ്റി എന്തെങ്കിലും നീ പറഞ്ഞോ? അവർ ദുഷ്ടന്മാരാണ്. ശംഖ് കയ്യിൽ നിന്ന് താഴെ പോയപ്പോഴേ ശംഖ് തോന്നിയതാണ്. मारो सारे को. വാ. ഇന്ത്യയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരുത്. India, Pakistan in your country, not here. Ask them to behave themselves. Otherwise, there will be big trouble. സോറി സാർ. ഇന്ത്യയെ പറ്റി മോശമായിട്ട് സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ. ഉവ്വ നീ ആരാ ഗാന്ധിയുടെ കൊച്ചുമോനോ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇത്രയും ദേഷ്യം കയറാൻ? നമ്മുടെ നാട്ടിൽ പോലും മഹാത്മാഗാന്ധി റോഡൊന്നും ആരും മുഴുവൻ പറയില്ല. MG റോഡൊന്ന് ചുരുക്കി സ്റ്റൈലിൽ അങ്ങ് പറയും. നീ ഇവിടെ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി കൂടി പിടിക്കുന്നു. ഈ ദേഷ്യം ഇന്ത്യയിൽ കാണിച്ചിരുന്നെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ 4 പേര് വന്നനെ. ഇത് ഗൾഫാടാ. ഇവിടെ ആർക്കും ആരെയും തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. നിനക്ക് കളിയായിട്ട് കണ്ടാ പോരെ.
ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്കാരനായാലും പാകിസ്ഥാൻകാരനായാലും ഫസ്റ്റ് ബോളിൽ ഔട്ടായാലും അവന് ശമ്പളം ഉറപ്പാണ്. നീ ഇവിടെ 30 ദിവസം ജോലി ചെയ്താലും നിനക്ക് ശമ്പളം കിട്ടുമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? 4 കാശുണ്ടാക്കി നാട്ടിൽ ചെന്നാലേ മതിപ്പുണ്ടാകൂ. എന്ത് പോയാലും തിരിച്ചു പിടിക്കാൻ പറ്റും. സമ്പാദിക്കേണ്ട ഈ പ്രായം പോയാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരില്ല. പോയി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കടാ. ഇയാളുടെ കയ്യിൽ വലംപിരി ശങ്കുണ്ടോ? ഈ അഭിനയത്തിന്റെ ഒരു അവാർഡ് ഉറപ്പാ മോനെ. വിശാൽ, ജലീലിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ. ദാ സാറിനെ കാണാൻ ആനന്ദ് സാർ വന്നിട്ടുണ്ട്. സാർ. അയ്യോ വേണ്ട വേണ്ട, കിടന്നോളൂ. നിങ്ങളുടെ മുഖം കണ്ട് നന്ദി പറയാനുള്ള ഭാഗ്യം എനിക്കില്ല. അയ്യോ, ഇങ്ങനെ ഇമോഷൻ ആകാൻ മാത്രം ഞാൻ ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല. ഇല്ല സാർ, നിങ്ങൾ ചെയ്ത സഹായം കൊണ്ട് ഞങ്ങളുടെ 10 കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്. ഈ സഹായം ഒരിക്കലും മറക്കില്ല. ക്യാഷ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ചെലവിനിരിക്കട്ടെ. യു ആർ എ ഗുഡ് സിംഗർ. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും പാടും. ഓൾ ദി ബെസ്റ്റ് ജലീൽ. വിശാൽ, ശ്രദ്ധിച്ചോണേ. ശരി സാർ. ഓ ജലീൽ വളരെ ഇമോഷണൽ ആയില്ലേ? എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഏതായാലും നീ ചെയ്ത വലിയ കാര്യമാണ്. റിയലി ഗ്രേറ്റ്. അയ്യോ, ഇയാളോ ബ്ലൈൻഡ് ഡോക്ടർ വിട്ടോ? ഏയ് ആനന്ദ്, ആനന്ദ് ഗ്രേറ്റ് സിംഗർ. വൗ, എന്തായിരുന്നു പാട്ട്! നിങ്ങള് ഇപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. സുഖായിരിക്കുന്നു? അല്ല, എന്താ ഇവിടെ? സിംഗർ ജലീലിനെ കണ്ടിട്ട് വരിക. പോകുമ്പോ നിക്ക്. എന്താ ഇത്ര തിരക്ക്? അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയി. അല്ല, ഈ കണ്ണ് ജന്മനാ തന്നെ എങ്ങനെയാണോ അതോ റീസെന്റ് ആയിട്ട് വന്നതാണോ? ഇല്ല, 2 ദിവസം. എന്താ പറഞ്ഞു? 2 വർഷമായിട്ട്. 2 വർഷമായിട്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാം. വാ, നമുക്ക് റൈറ്റ് ടെസ്റ്റ് എടുക്കാം. സാർ, റൂം നമ്പർ 203 പേഷ്യന്റിന് എന്തോ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ നമ്പിയാരോ? ഞാൻ നോക്കട്ടെ. ഇതോടെ പോയി. പോയോ? ശരി, പിന്നെ ടെസ്റ്റ് ചെയ്യാം. ലക്കി ബാസ്റ്റർഡ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് നടത്തുന്നത് നിങ്ങളാ. ഈ റിസഷൻ സമയത്ത് ഒരു റെസ്റ്റോറന്റ് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തുന്നതിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇവിടെ ജോലിക്ക് വന്നാൽ ജോലി മാത്രമേ ചെയ്യാവൂ. ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ ശ്രമിക്കരുത്. ഈ റെസ്റ്റോറന്റിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരുന്നത്, അല്ലാതെ നിങ്ങളെ കാണാനല്ല. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ട്രീറ്റ് എവരിബഡി ഈക്വലി. ഗോട്ട് ഇറ്റ്? ഒറ്റയ്ക്ക് പോയി കൊഞ്ചിക്കൊഴയാൻ പാടില്ല. ഷട്ട് അപ്പ്. നീ കൊഞ്ചുന്ന കാര്യം ആരാ പറഞ്ഞത്? ഇവിടെ ആരൊക്കെയാണ് കൊഞ്ചിക്കൊഴയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ ഇവിടെ നിൽക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കേ? എന്നടി ഇന്നാളെ എപ്പോ പത്ര എന്നെ തിരിട്ട് இருக்கா? അയാൾ നിന്നെ ചെയ്ത പറഞ്ഞതല്ല, എല്ലാം ഇവളാ. ഏയ്, അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? പിന്നെ അയാൾക്ക് നിന്നെ വലിയ കാര്യം നിന്റെ കൂടെ ജോലിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതിന്റെ ദേഷ്യമൊക്കെ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നു. അതിനൊക്കെ വേറെ ആളെ നോക്കാൻ പറ. ഇവള് ജീവിക്കാൻ അറിയാത്തവളാ. തെരിഞ്ഞ കഥ തന്നെ. വാ. ഞാൻ പേയ്മെന്റ് വാങ്ങിട്ട് വരാം. ഓക്കെ? കണ്ണൂട്ട നിന്റെ. ഏയ്, കണ്ണട എടുത്ത് വെക്കടാ. ഏയ്, ആരെങ്കിലും കണ്ട പ്രശ്നം കൂടാ. ഓക്കെ, ശരി, ഞാൻ പോയിട്ട് വരാം. അന്തിമഴை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. இந்திர தோட்டத்து முந்திரியே லாலலலாலலலாலலலா லாலலலாலலலாலலலா லாலலலாலலா. ஐயோ டாடி ஐயோ please help fast please.
എക്സ്ക്യൂസ് മീ, ഒന്ന് മാറി. എൻ്റെ കൊച്ചെ. योर चाइल्ड? യെസ് സർ. കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി എവിടെ പോയിരിക്കായിരുന്നു? ഞാനിവിടെ അടുത്ത് കടയിൽ പോയിരിക്കായിരുന്നു. വളരെ താങ്ക്സ് സാർ. താങ്ക്സ് സാർ. Who is father of this child? സാർ ഞാനാണ് സാർ. Come on, Javed. Arrest him. സാർ Give me the child. എന്താ സാർ? സാർ 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 പ്ലീസ് സാർ. ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? എന്താ നീ കാണിച്ചേ? അയാളെ എന്തിനാ അറസ്റ്റ് കൊണ്ട് പോയേ? പിന്നെ അറസ്റ്റ് ചെയ്യാതെ? ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാ. കുട്ടിയെ തനിച്ച് വീട്ടിലേക്ക് പോയാൽ പാരന്റ്സിനെ അറസ്റ്റ് ചെയ്യും. പോലീസും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയി. ഇനി പ്രസ് മീഡിയ എന്ന് പറഞ്ഞ് എല്ലാവരും അറിയും. ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന അറിയോ? നീ പോയി രക്ഷപ്പെടുത്തി ബ്ലൈൻഡ് ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കാവോ? വാ. ഏയ്, എന്റെ ജോത്സ്യം പലിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടോ എന്റെ ജോത്സ്യം പലിച്ചത്? പോടാ, വലിച്ചു എല്ലാം പൊളിഞ്ഞു. വേറെ ആളെ നോക്ക്. ഏയ്, ഒരു പെണ്ണാലെ ഒരു നല്ല കാര്യം നടക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? അതെ. ദേ നോക്ക്, പേപ്പറിൽ പേര് വരാൻ പാകത്തിന് വലിയ ആളായില്ലേ? ഇതെല്ലാം എങ്ങനെയാ നടന്നത്? ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി. കുട്ടി എന്ത് കുട്ടി കണ്ണാ? പെൺകുട്ടി. അതാണടാ എന്റെ ശംഖ് ജോത്സ്യം. പിന്നീട് നടക്കുന്നത് ഇപ്പൊ പറയും, മനസ്സിലായാ? ഏയ്, ഇതൊക്കെ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്ന അറിയാതെ പേടിച്ചിരിക്കവൻ. നിങ്ങൾ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഡാ നീ എന്താ ഈ പറയുന്നേ? ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? ഒരു കുട്ടിയല്ലേ ഞാൻ രക്ഷപ്പെടുത്തിയത്. എന്ത് തെറ്റാണിതിൽ? ഇതുകൊണ്ട് എന്ത് പ്രശ്നം വരാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡാ, ഒരു ബ്ലൈൻഡ് സിംഗറായിട്ടാണ് ഇവിടെ രജിസ്റ്റർ ആയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും നിന്നെ കണ്ടു കാണും. അത് നുണയാണെന്ന് നീ തന്നെ തെളിയിച്ചു. അതിലൊരാൾ നീ ഫ്രോഡാന്ന് കണ്ടുപിടിച്ച എന്തു ചെയ്യും? ആവശ്യമില്ല നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നീ പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. ഇത്രയും വലിയ നഗരത്തില് ഞാനൊക്കെ ഒരു വലിയ ആളാണ്. എന്റെ മുഖം ആരോർത്തിരിക്കാനാ? ഇല്ലടാ, നിന്റെ മുഖം ആരുടെ മനസ്സിൽ ആഴ്ത്തി പതിഞ്ഞിട്ടുണ്ടോ അവർ നിന്നെ തിരിച്ചറിഞ്ഞിരിക്കും. നിങ്ങൾ കാണിച്ച ഫ്രോഡ് പണിക്ക് ഞങ്ങൾക്ക് പങ്കിട്ടെന്നല്ലേ വിചാരിക്കുക? യു നോട്ട് ഓൺലി ചീറ്റഡ് us but the public also. എവിടെ നിങ്ങളുടെ സിംഗർ? വേർ ഇസ് ആനന്ദ്? എല്ലാം കള്ളത്തരമാണ്. Are you blind? Remove your glass now. Let me see. ആ ആനന്ദിനെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവാ. വിസിൽ വന്നിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിച്ച ഇവിടെ എന്ത് പണിഷ്മെന്റ് കിട്ടുന്ന നിങ്ങൾക്ക് അറിയോ? മാഡം, എന്ത് ശിക്ഷയായിരുന്നാലും അത് എനിക്ക് തന്നോളൂ. ആ സിംഗർ ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് ആനന്ദിനെ ഫോഴ്സ് ചെയ്ത് പാടാൻ പറഞ്ഞത് ഞാനാ. എനിവേ, പബ്ലിക്കിനെ ചീറ്റ് ചെയ്ത് നിങ്ങൾ പണം വാങ്ങിയില്ലേ? മേഡം, ആ പണമാണ് ജലീലിന്റെ ഓപ്പറേഷന് വേണ്ടി ആനന്ദ് ഹോസ്പിറ്റലിൽ കിട്ടിയിരിക്കുന്നത്. ഹലോ. ആ അങ്കിൾ, ഞാൻ നിഷ സംസാരിക്കുന്നത്. ആനന്ദ് നമ്മുടെ ഹോട്ടലിൽ പാടുന്ന സ്റ്റേജ് സിംഗർ ബ്ലൈൻഡ് ആയ ഒരാൾക്ക് വേണ്ടി പണം കിട്ടിയോ? അതെ മോളെ, ജലീലിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും അവൻ കെട്ടി. ഓക്കെ അങ്കിൾ. ആനന്ദ് വളരെ നല്ല പയ്യനാ. ഇക്കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരെ കാണുക അപൂർവ. താങ്ക് യു. ശരി, പൊക്കോളൂ. യു ക്യാൻ ഗോ. പോകാം. ഡാ മൻസൂർ, ഈ അൽഫല കമ്പനിയെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അറിയാം. അല്ല, നാളെ ഒരു വാക്കിൻ ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഗുലറായിട്ട് നടക്കുന്ന കാര്യം വാക്കിംഗ്. ട്രൈ നോക്ക്. അപ്പോൾ എപ്പോഴും ഇന്റർവ്യൂ? നാളെ രാവിലെ 10 മണിക്ക്. ഗുഡ്. യു ഹാവ് ഗുഡ് ക്വാളിഫിക്കേഷൻ, ഗുഡ് എക്സ്പീരിയൻസ് ടു, ബട്ട് യു ഷുഡ് ബി പ്രാക്ടിക്കൽ. ഷുവർ സർ. മിസ്റ്റർ ആനന്ദ് സർ, കൺസ്ട്രക്ഷൻ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഡേറ്റിന് കെട്ടിത്തീർത്ത് ഹാൻഡ് ഓവർ ചെയ്യണം. ബട്ട് ഇപ്പോൾ സമയമില്ലെന്ന് വെച്ചോളൂ. നിങ്ങൾ എന്താ ചെയ്യുക? ജോലിക്കാരെ കൂടുതൽ വെക്കുമോ? നോ സർ, ഞാൻ ആളെ കുറയ്ക്കും. എന്ത്? ആളെ കുറയ്ക്കാനോ? വാട്ട് ആർ യു ടോക്കിംഗ്? സർ,
നടക്കാറായ കുട്ടികൾ തട്ടി താഴെ വീണ ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ കരയും, ഇല്ലെങ്കിൽ തന്നെത്താൻ എണീറ്റ് പോകും. അതുപോലെയാണ് സർ, ആളധികമായാൽ ജോലി കുറഞ്ഞ് സംസാരം കൂടും. നമ്മൾ സംസാരിപ്പിക്കാതെ ജോലി ചെയ്യിപ്പിക്കണം, ശമ്പളവും കൂട്ടിക്കൊടുക്കണം. സർ, ചീത്ത പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്നതിലും ഒന്ന് തട്ടിക്കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ചാൽ മുതലാളി തൊഴിലാളി ബന്ധം എന്നും നന്നായിരിക്കും. ഓക്കെ, വി വിൽ ഇൻഫോം യു. താങ്ക് യു സർ. മിസ്റ്റർ ജിതിൻ, യെസ് സർ. അകത്തേക്ക് ചെല്ലൂ. എന്താ ജോലി കിട്ടിയോ? നിന്റെ എക്സ്പെക്ടേഷൻ ഒരു പരിധിയില്ലേ? കൺഗ്രാജുലേഷൻ, യു ആർ അപ്പോയിന്റഡ് എന്ന് ഉടനെ പറയുന്നത് സിനിമയിലേ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ജോലിയില്ലെന്നറിയാൻ ഒരുപാട് സമയമെടുക്കും. ആ ബാ പോവാം. മോർണിംഗ് മാഡം. സർ, മാഡം അവരുടെ കമ്പനിയാണിത്. യഥാർത്ഥ ജീവിതത്തിൽ ജോലി കിട്ടില്ലെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. വാ, സ്ഥലം വിടാം. ഗോപാലകൃഷ്ണൻ സാറിന്റെ മോന്റെ ബർത്ത്ഡേ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് വാങ്ങണം. ഇതിലിപ്പോ ഏതാ എടുക്കുക? ഊർമിള. ആ, ചെല്ല ചെല്ല. ഹായ്. ഹായ് മൻസൂർ. എന്താ ഇവിടെ? ഏയ്, നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് വന്നിട്ട് ഡ്രാമ കളിക്കാണ് എന്റെ മുമ്പില്. ഏയ്, നീ മിണ്ടായിരിക്കണേ. മൻസൂർ, എന്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കാന്ന് വിചാരിച്ചു, അതാ വന്നത്. എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. യു ക്യാരി ഓൺ. ഓക്കെ മൻസൂർ, ബൈ. ബൈ. സീ യു. ഗോപാലകൃഷ്ണൻ സാറിന്റെ മോന് ഈ ലവ് സിമ്പിളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ശരി ശരി, കൊടുക്ക്. നന്നായിട്ടുണ്ട്. പകരം ഞാൻ കുട്ടിക്ക് വേറെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നുന്നുണ്ട്. ആ, അടുത്ത പ്രാവശ്യം ആവട്ടെ. മൻസൂർ, എന്താ ഇത്? ഇല്ല, നിനക്കാ. എന്താണെന്ന് പറയേ. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്ക്. താങ്ക് യു. ബഡി, ബൈ. ബൈ. वालेकुम अस्सलाम. Thanks പറയേ. Thank you, uncle. Come on, cut the cake. Happy birthday. Happy birthday to you. Happy birthday. Happy birthday. Happy birthday. Okay, Mr. Gopalakrishnan. Okay, see you all. Bye. Bye, everybody. എന്താ ഇവിടെ വരെ വന്നിട്ട് അദ്ദേഹം കഴിക്കാതെ പോകുന്നേ? ലക്ഷ്മി, അദ്ദേഹം സ്വന്തം മകന്റെ പിറന്നാളിന് ലണ്ടനിൽ നിന്ന് ഫോൺ വിളിച്ച് വിഷ് ചെയ്യുന്ന ആളാ. നമ്മുടെ ഈ ഫംഗ്ഷന് വന്നത് തന്നെ വലിയ കാര്യമാണ്. നീ വന്നവരുടെ കാര്യം ശ്രദ്ധിക്കേ. ശരി. ജെയിംസ്, മൻസൂർ, വാ. ഏയ്, കേക്കോടെ പരിപാടി തീരുമാനോ? ഹോട്ടൊന്നുമില്ലേ? എന്തിനാടാ ഓസിന് കുടിക്കാൻ എങ്ങനെയാ അലയുന്നേ? ഡേയ്, ഓസിന് കുടിച്ചാൽ ജില്ലെന്ന് ഇറങ്ങത്തോളൂ. കാശ് കൊടുത്ത് കുടിച്ചാൽ തൊണ്ട പോലും നനയില്ല. ഇങ്ങനെ ഒരു സ്വാമി. വാ, വരൂ വരൂ, ഇരിക്കേ. സാർ, ഇത് അറബിയുടെ വീടാണോ? ഏയ് അല്ല, അതെന്റെ വീടാ. നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നതാ. പണി തീരാറായി. അതാ സാറിന് ഇത്ര സന്തോഷം. പിന്നെ ഉണ്ടാവില്ലേ, ഞാൻ റോഡിൽ കിടന്നവനാ. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ല. കിട്ടിയ ജോലി ചെയ്തു. എന്ത് ജോലിയാണെന്നറിയോ? കള്ളക്കടത്ത്, കള്ളത്തോണി കയറി ഇവിടെ വന്നു ചേർന്നു. ദൈവം പോലെയാ എനിക്കെൻ്റെ അറബിയെ കിട്ടിയത്.
അറബി എൻ്റെ ഭാഗ്യമാണെങ്കിൽ എൻ്റെ ഭാര്യ ലക്ഷ്മി ഞാൻ ചെയ്ത പുണ്യ. പ്രായവ്യത്യാസം നോക്കാതെ പൂർണ്ണ മനസ്സോടെ അവൾ എന്നെ കല്യാണം കഴിച്ചു. അവളും എൻ്റെ 4 മക്കളുമാണ് എൻ്റെ ജീവിതത്തിനൊരർത്ഥം നൽകിയത്. ഒന്നുമില്ലാതെ വന്നവനാ ഞാൻ. അതുകൊണ്ടാ അവർക്ക് വേണ്ടി ഇതെല്ലാം പെട്ടെന്ന് ചേർത്ത് വയ്ക്കുന്നത്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവര് കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അണ്ണാ, സമയം കാലം നോക്കാതെ അങ്ങനൊന്നും പറയരുത്. നിങ്ങളുടെ ജാതക പ്രകാരം അയന സയന ഭോഗ യോഗ എല്ലാം നല്ല ഇருக்கு. നിങ്ങൾ വിചാരിച്ചാൽ പോലും ചീത്ത കാര്യം നടക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലത് ചെയ്യൂ. പെട്ടെന്ന് ഐറ്റംസ് പുറത്തെടുക്കൂ. പൂർണിമ, സാർ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയൊന്നും ചെയ്യരുതെന്ന്? സാർ, കാലത്ത് ഫോറിൻ ഡെലിഗേറ്റ്സിനെ ഞാൻ റിസീവ് ചെയ്തു. പിന്നെ അവരുടെ കൂടെ ബാങ്കറ്റ് ഹാളിന് ഞാനുണ്ടായിരുന്നു. ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് നീ പുറത്തു പോയി നോക്കുന്ന ജോലിയാ. പണത്തിന്റെ ആവശ്യത്തിന് ഞാൻ വേണം. നീ മൻസൂറായിട്ട് ഊര് ചുറ്റി പ്രസന്റേഷൻ വാങ്ങിച്ചില്ലേ? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. സർ, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ നിന്നെ എന്റെ പേഴ്സണലായിട്ടാ കാണുന്നത്. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. വാട്ട് ഈസ് സോ ഗ്രേറ്റ് അബൌട്ട് ഹിം? ബ്ലഡി ഫെലോ. സർ, ഞാൻ വീണ്ടും വീണ്ടും പറയാ, ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ശാസിക്കാം. ആസ് എ ബോസ് നിങ്ങൾക്കതിന് അധികാരമുണ്ട്. പക്ഷെ മൻസൂർ അതിന്റെ പേഴ്സണലാ. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തില് ജെന്റിൽമാൻ തലയിടാറില്ല. ഞാൻ നിങ്ങളെ ഒരു ജെന്റിൽമാൻ ആയിട്ടാ കാണുന്നത്. പൂർണിമ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അയാളെ എന്നെ കമ്പല് ചെയ്തത്. എന്താടി അയാൾക്ക് വേണ്ടത്? ആ, എന്നെ അവന് വേണോ അത്രേ. അയാൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. നീ ശരിയെന്ന് പറ. ഛേ, മിണ്ടായിരിക്കടി. അവൻ എന്തൊക്കെയോ വൃത്തികേട് പറയുന്നതിന് നീ അതിനേക്കാളും. ഇതിലെന്താ തെറ്റിരിക്കുന്നേ? പണം ഉണ്ടാക്കാനല്ലേ നമ്മൾ വന്നിരിക്കുന്നേ? ആ പണം തന്നെ നിന്നെ തേടി വരുന്നു. പ്ലീസ് ഡാ, ശരിയെന്ന് പറ. നീ വേണമെങ്കിൽ പൊയ്ക്കോ. ആ, അയാളെ എന്നെ വിളിച്ചാ ഞാൻ റെഡിയാ. അതും വാങ്ങി വെച്ചിട്ടുണ്ട്. ഏയ്, നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ. എത്ര കഷ്ടമുണ്ടെങ്കിലും എനിക്ക് മനസ്സമാധാനമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എന്റെ സമാധാനം ഞാൻ കളയില്ല. എന്റെ ജീവിതം മൻസൂറിനുള്ളതാണ്. ഓം ഗണാനാ ഗണപതിം അവാമഹേ കവിം കവീനാം ഉപമസ്തവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനസ്രണ്വണ്ണോദിപശ്ചേതുശാദനം. മൻസൂർ, എന്താടാ എന്താടാ പ്രശ്നം? എന്താ പറ്റിയത്? എനിക്ക് ജോലി കിട്ടി. ചേട്ടാ, എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ, ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇവിടുത്തെ നല്ലൊരു കമ്പനിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എവിടാ നിൽക്കുന്നത് അറിയാവോ? ദുബായിൽ ഒരു ഉയർന്ന സ്ഥലത്താ നിൽക്കുന്നത്. ചേച്ചിയെ നോക്കിക്കോണേ. ജോലി കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഫോൺ ചെയ്യാം. ശരി ചേട്ടാ. മിസ്റ്റർ ആനന്ദ് സർ, ഞങ്ങളുടെ മാഡത്തിന് നിങ്ങളെ നേരത്തെ അറിയോ? കണ്ടിട്ടുണ്ട്. വെറുതെ അല്ല, അന്ന് നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നപ്പോ മാഡം അവിടെ വന്നത്. നിങ്ങളുടെ ബയോഡാറ്റ പോലും നോക്കാതെ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. നിങ്ങളുടെ വർക്ക് വിസ ഫോർമാലിറ്റീസ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. മിസ്റ്റർ ആനന്ദ്, മാഡം. ഹലോ മാം. ഹലോ മിസ്റ്റർ ആനന്ദ്, ഹൗ ആർ യു? ഫൈൻ മാം. ആൻഡ് ഹൗസ് യുവർ ജോബ് ഗോയിങ് ഓൺ? മാമിന്റെ കമ്പനിയാന്ന് അറിയാതാ ഞാനന്ന് ഇന്റർവ്യൂവിന് വന്നത്. മാമിനെ കണ്ട ഉടനെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ ജോലി കിട്ടില്ല. അതെന്താ? അല്ല, അന്ന് ബ്ലൈൻഡ് സിംഗറിനെ പോലെ ഞാൻ ആക്ട് ചെയ്തില്ലേ. സോ വാട്ട്? ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സ് കാണിച്ചില്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സ് എന്റെ ഉള്ളിലും വന്നൂടെ? ഞാൻ എന്തിനാ നിങ്ങൾക്ക് ജോലിയൊന്നും തരില്ലെന്ന് പറയാൻ പോണത്? ഓക്കെ, യു ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. താങ്ക്സ് മാം. സീ യു. ആരാടാ നീ? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ പൂർണ്ണിയുടെ ഫ്രണ്ടാ. എന്താടാ നിനക്കിവിടെ കാര്യം? കോഫി കുടിക്കാൻ വന്നതാ. നിന്റെ മുഖം ഇവിടെ വന്ന് കാപ്പി കുടിക്കാൻ പറ്റിയതല്ല. എന്താ സർ, അതിനൊക്കെ വേറൊരു മുഖമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിന്റെ മുഖം പ്ലാറ്റ്ഫോമിൽ HLT കഴിക്കുന്നവൻ്റെയാ. ഇനി നീ ഇവിടെ വരാൻ പാടില്ല. അഥവാ നീ ഇവിടെ വന്നാൽ ഡെലിവറി ചെയ്യുന്ന ഗുഡ്സിനോടൊപ്പം എന്നേക്കുമായി നിന്നെയും ഡെലിവറി ചെയ്യും. മൈൻഡ് ഇറ്റ്.
സർ ഇത് മൻസൂറിന്. സർ ഇനി കൊണ്ടേ കൊടുക്ക. പൂർണിമ, എന്താ വിചാരിച്ചിരിക്കുന്ന മോഹൻരാജ്? മര്യാദ അറിയില്ല റാസ്കലിന്. അവൻ ഏച്ചിൽ പിടിക്കാനാ ഞാൻ വന്നേ. എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ അവനെ. ഐ ആം വെരി സോറി മൻസൂർ. ഇനി നീ അവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. ആ ജോലി വേണ്ട, നീ കളഞ്ഞിട്ട് വാ. എന്റെ അവസ്ഥ നിനക്കറിയില്ല. എല്ലാം ഞാൻ നേരിട്ട് പറയാം. ഇനി നമുക്കിവിടെ മീറ്റ് ചെയ്യണ്ട. ദയവായിട്ട് നീ എന്നെ മനസ്സിലാക്ക. അവൻ നിന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. പ്ലീസ്, ഐ ആം സോ സോറി. ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ ഞാൻ എവിടെ മീറ്റ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ? ശരി. ഹലോ. ആ ജെയിംസേ. അതെ പറയൂ സാർ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഔഷാദിന് ഫ്ലാറ്റ് കൊടുത്തേ? അവിടെ ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അപ്പുറത്തെ ഫ്ലാറ്റുകാർ എന്നെ വിളിച്ചിരുന്നു. അവർ പോലീസിൽ പോയി നമുക്ക് പ്രോബ്ലം ആവും. നീ എവിടെ പോ, വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ വിളിക്കേ. ശരി സാർ. ഹലോ ഹലോ ഹലോ. നൗഷാദ് എവിടെ? അറിയില്ലെന്നോ? നിങ്ങൾ പുതുതായി കല്യാണം കഴിച്ചു വന്നോണ്ടാ ഫ്ലാറ്റ് നിങ്ങൾക്ക് തന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വീട് കാലിയാക്കണം. നൗഷാദ് ഇപ്പോ വരുവോ? എന്താ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന്. അവന്റെ ഭാര്യയല്ലേ നീ? मैंने उस पे विश्वास किया. अपने माँ बाप से लड़के मैं यहाँ पे आई उसके साथ, और वो सिर्फ 2 दिन के लिए अच्छा इंसान था. नहीं, 2 दिन के लिए भी नहीं. वो तो सिर्फ नाटक कर रहा था. अब तो वो इस हद तक गिर चुका है. ये अपने दोस्तों को यहाँ लेके आता है और मुझे कहता है दारू दो, और बोलता है उनके साथ बेड पे सो. അതെന്റെ ബോസാണ്. നിന്നേക്കാൾ ആവശ്യം എനിക്ക് അയാളാ. പോയി കിടക്ക്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. തീവ്രത. സാർ സാർ ചെന്നോളൂ. कैसे करूं ये सब? मैंने उसे प्यार किया है. ओके, नौशाद ने फोन किया मरे. भैया, मेरे रिलीजन में भगवान के लिए रूप नहीं है. मैं तो आपको भगवान के रूप में देख रही हूँ. इस नरक से मेरे को बचाइए प्लीज. മോഹൻരാജിന് നീ അവിടെ വരുന്നത് ഇഷ്ടമല്ല മൻസൂർ. ഒത്തിരി നാളായിട്ട് എന്നെ ശല്യം ചെയ്യാം. ഇതെന്താ നീ നേരത്തെ എന്നോട് പറയാതിരുന്നേ? ഇത്ര സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല. അതുപോട്ടെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഫസ്റ്റ് ടൈമാ നമ്മൾ പുറത്തു വരുന്നത്. ആ സന്തോഷം മതി എനിക്ക്. ശരി, എന്താ കഴിക്കുന്നേ? ഇത്രയും ദിവസം നീയല്ലേ എനിക്ക് സർവ് ചെയ്തോണ്ടിരുന്നേ. ഇന്ന് ഞാൻ നിനക്ക് സർവ് ചെയ്യാം. പറയ്, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്ത് ഇഷ്ടോ അതെനിക്കും ഇഷ്ടമാണ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. അവിടെ ഇരിക്കാം. എത്ര വലിയ ആളായാലും എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകൊടുക്കില്ലേ?
ഹലോ ഹലോ മൻസൂർ. എന്താ വിചാരിച്ചിരിക്കുന്നത്? കളിക്കാണോ നീ? എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്തത്? സോറി മൻസൂർ, ഞാൻ നിന്നെ... നീ എന്നെ വട്ട് കളിപ്പിക്കാന്ന് വിചാരിച്ചോ? എന്റെ ജോലിയും കൂലിയൊക്കെ വിട്ടിട്ട് നിന്റെ പിന്നാലെ പട്ടിയെ പോലെ അല്ലേണോ? ഇല്ല മൻസൂർ. ഏയ്, ഈ ഇല്ല ഒന്നും വേണ്ട. ആണുങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവരെ കറക്കി വിടല്ലേ നിന്റെ പണി. എനിക്ക് നീ മാത്രമേ ഉള്ളൂ മൻസൂർ. ഏയ്, മതിയിട്ട് നിന്നെ നുണയൊക്കെ. ഞാൻ സത്യാ പറയുന്നത് മൻസൂർ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഞാൻ വേണോന്ന് വിചാരിച്ചല്ല അങ്ങനെ ചെയ്ത്. എന്റെ സാഹചര്യം അങ്ങനെയാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. നിന്നെ നേരിൽ കാണണം മൻസൂർ. നീ എന്നെ മനസ്സിലാക്കും മൻസൂർ. കരയണ്ട. നീ ഇപ്പൊ എവിടെയാ? കോയമ്പത്തൂരിലായിരുന്നു എന്റെ അച്ഛന് ജോലി. ഞാനും അമ്മയും 2 സഹോദരികളുമായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ആ സംഭവം ഉണ്ടായത്. ദൈവത്തിന് ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുവോ അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് കൊടുക്കുമെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാവണം ദൈവത്തിന് എന്റെ കുടുംബത്തോട് ഒരുപാട് ഇഷ്ടം തോന്നിയത്. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം ഞങ്ങളെ ഒരുപാട് തളർത്തി. അടുത്ത ദിവസങ്ങളിൽ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ഞങ്ങൾ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാ ആ തമിഴ് സ്ത്രീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. எதுவும் யாரோடையும் முடிஞ்சு போயிடாது. நான் சன் சோலார் சிஸ்டம்னு ஒரு கம்பெனி ஆரம்பிச்சிருக்கேன். மனுஷன் உயிர் இல்லாம கூட வாழ்ந்துருவான். கரண்ட் இல்லாம வாழ முடியுமா? அது கரண்ட் தயாரிக்கிற கம்பெனி தான்க்கா. இல்லாதவங்க கஷ்டப்படலாம். அறிவும் திறமையும் இருக்கிற பூர்ணிமா என் கம்பெனில வந்து வேலை பார்த்தா உங்க குடும்ப கஷ்டமெல்லாம் தீந்துற போகுது. எனக்கு എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? நீ போய் உதவி கேட்டா யாரும் மறுக்காம உதவி பண்ணுவாங்க. நீ எவ்வளவு டெபாசிட் புடிச்சு கொடுக்கறியோ அதுல 20% உனக்கு கமிஷன் கொடுத்துறேன். என்னுடைய ஒரே குறிக்கோள் தடையில்லாத மின்சாரம், ஒளிமயமான எதிர்காலம். எப்படி இருக்கு? நல்லா இருக்குமா. பொம்பளை புள்ள, நீ எவ்வளவு நாள் தான் கஷ்டப்படுவே? உங்க அப்பா உனக்கு சொத்து சேர்த்து வைக்கல, கடனை தான் வச்சுட்டு போயிருக்காரு. என்கிட்ட படிச்சவங்க இன்னைக்கு நிறைய பேர் நல்லா இருக்காங்க. நான் சொல்றேன், அவங்கள போய் பார்த்தா உனக்கு உதவி பண்ணுவாங்க. நானும் உனக்கு உதவி பண்றேம்மா. ഇവിടെ കറണ്ടിന്റെ പ്രശ്നമൊന്നുമില്ല. ഇൻവെർട്ടറും ഉണ്ട്, പണ്ട് വാങ്ങിച്ച ജനറേറ്ററും ഉണ്ട്. നീ പറയുന്ന സോളാർ സിസ്റ്റം ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. ശരി സാർ. ആ ഇരിക്കി. കറണ്ട് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെ സഹായിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനില്ലാത്ത കുടുംബം എത്ര കഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ പറ, നിനക്ക് എത്ര വേണം? നിങ്ങളെ കൊണ്ട് പറ്റുന്നത് തരൂ സാർ. എൻ്റെ അമ്മാവും പറയാറുണ്ട്, ആനയുടെ ലക്ഷണം നോക്കി വാങ്ങണമെന്ന്, ഉപകാരം ചെയ്യുമ്പോൾ മുഖം നോക്കി ചെയ്യണമെന്ന്. ഈ സഹായം നിന്റെ മുഖം നോക്കി ചെയ്യുവാണ്. நீங்க இன்வெஸ்ட் பண்ணதுல எனக்கு ரொம்ப சந்தோஷம். நீங்களும் உங்களுக்கு தெரிஞ்சவங்கள இன்வெஸ்ட் பண்ண சொல்லுங்க. சரியா? சரிங்க மேடம், கண்டிப்பா. நம்ம அக்கௌண்டன்ட்ட கொஞ்சம் வர சொல்லுப்பா. சரிங்க மேடம். പൂർണിമ വാ വാ വാ. കളക്ഷനായ എല്ലാ ചെക്കും ഇതിലുണ്ട്. മൊത്തം 50 ലക്ഷം രൂപ. കൈമൾ സാർ എന്ന് പറയുന്ന ഒരാള് വളരെയേറെ സഹായിച്ചു. நீ அதே மாதிரி ஆளுங்களையே புடி. நிறைய பேரு பணத்தை வச்சுக்கிட்டு என்ன பண்றதுன்னு தெரியாம தவிச்சுக்கிட்டு இருக்காங்க. அந்த மாதிரி ஆளுங்க தான் நமக்கு முக்கியம். நம்ம பிசினஸ்க்கு பணம் வேணுங்கிறத விட எனக்கு உன் கஷ்டம் தீரணும், அதுதான் முக்கியம். உனக்கு சேர வேண்டிய கமிஷனை உன் அக்கவுண்ட்ல போட்டுறேன். சரி சரி, நான் அப்புறம் பேசுறேன். டேய், எங்கடா அந்த பொம்பளைங்க? யாரை கேக்குறீங்க? இவ்வளவு பேர்கிட்ட பணத்தை வாங்கி ஏமாத்திட்டு தெரியாத மாதிரி பேசுறியா? தொலைச்சு. என்னடா இவனுங்க கிட்ட பேசிட்டு இருக்க? நம்மள ஏமாத்தி பணத்தை வாங்கினாங்களே, அவங்கள உதைக்கணும். ஏய், எங்கடா அவளுங்க? மந்திரியை பார்க்க போயிருக்காங்க. ஆமா ஆமா, காலையில டிவி நியூஸ்ல சொன்னாங்க. இவனுங்களை இழுத்து போட்டு ஓதிங்கப்பா. പറയൂ രാജേഷ്. പൂർണിമ, പൈസയുടെ സ്ത്രീ രക്ഷപ്പെട്ടു. പോലീസ് ഇവിടെ വന്നിരിക്കുന്നു. കാശ് എന്ന് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ എല്ലാം കുഴപ്പമാ. നീ ഒന്ന് ചെയ്, ജാഗ്രതയായിട്ടിരി. ഞാൻ പിന്നെ വിളിക്കാം, ഓക്കെ? എന്താ മോളെ, എന്തിനാ കരയുന്നേ? നമ്മളെ ആ സ്ത്രീ പറ്റിച്ചു അമ്മ. നമുക്ക് നല്ലത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പണവുമായിട്ട് കടന്നു കളഞ്ഞു. മറ്റുള്ളവരെ പോലെ കാശ് ഉടനെ വെക്കണമെന്ന് പറഞ്ഞ് കഴുത്തിൽ പിടിക്കില്ല ഞാൻ. പക്ഷെ ഇനി എന്തു ചെയ്യും? ഇങ്ങനെ സംഭവിക്കുന്ന ഞാൻ കരുതിയില്ല സാർ. കുറച്ച് സമയം തരണം. എന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ ഒരുപാട് സമയം തരാം സാർ. ഞാൻ നിനക്ക് തന്ന പൈസ തിരിച്ചു വാങ്ങി എന്റെ വീട്ടിൽ അരി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പണം എണ്ണാൻ പഠിച്ചത് തന്നെ 1,01 തൊട്ടാണ്. ഇപ്പോഴും പണം വിട്ടുകൊടുക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കണ്ടെന്ന് ഈ ശരീരം പറയുന്നു. ഞാൻ ശരീരം എന്ന് പറഞ്ഞത് നിന്റെ ശരീരം. ഞാൻ തീർച്ചയായിട്ടും തന്നു തീർത്തോളാം സാർ. നിനക്ക് തന്നു തീർക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ കിടന്നു തീർത്തേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പാപം സെക്സ് ആണെന്ന് പറയുന്നു. കർമ്മം
ആ പാപം ചെയ്യണമെങ്കിലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സഹായവും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ സഹായവും വേണമല്ലേ? ശരി, വാ, നമുക്ക് പരസ്പര സഹായിക്കാം. നീയൊക്കെ വലിയ മനുഷ്യനാണോ? ആ, വലിയ മനുഷ്യർക്ക് എങ്ങനെയാണടി? നിന്റെ പണം ഞാൻ മുഖത്തേക്ക് എറിഞ്ഞു തരും, റാസ്കൽ. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്. അതിനുവേണ്ടി ഒളിഞ്ഞിരിക്കുന്നുമില്ല. കടം വീട്ടാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ അടിഞ്ഞു കിടക്കുന്നത്. ഇത്രയും കാലം നിന്നെ ഞാൻ ഒരു സാധാരണ പെണ്ണായിട്ട് കണ്ടേ. നീ വലിയവളാ പൂർണിമ. ഏത് കൊടുങ്കാറ്റ് വന്നാലും കരകടന്നു പോകും. അതുപോലെ നിന്റെ പ്രശ്നം തീരും. ധൈര്യമായിട്ടിരിക്കും. നിന്റെ കൂടെ ഒന്നും ഞാനുണ്ടാവും. വിഷമിക്കാതിരിക്കും. മോഹൻരാജ്. ഹലോ മിസ്റ്റർ കൈമൽ, ഗുഡ് മോർണിംഗ്. ഹൗ യു സ്റ്റേ? നന്നായിരുന്നു, സർവീസ് എല്ലാം കൊള്ളാം. ആ പെണ്ണ് പൂർണിമയല്ലേ? അതെ, നിങ്ങൾക്കൂടെ പരിചയമുണ്ടോ? എങ്ങനെ മറക്കാൻ പറ്റും? ഹലോ, ആരായത്? മൻസു, നീ ഇപ്പൊ എവിടെയാടാ? ദാന്നോ? നിങ്ങളാരാ? നിനക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാ. നിന്റെ പൂർണ്ണിമ ഇപ്പോ എന്റെ കസ്റ്റഡിയിലുള്ളത്. എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് വാ. പുതിയ മുഖാണെന്ന് നോക്കുക. നിനക്കാണ് പുതിയ മുഖം. എന്നാ പൂർണിമയ്ക്ക് പഴയ മുഖ. എന്താ പൂർണിമ? വലിയ കഷ്ടപ്പാടാണ്. ജീവിതത്തിനൊരു വെളിച്ചം തരണമെന്ന് പറഞ്ഞപ്പോ വിളക്ക് തന്നെ എടുത്തു കൊടുത്ത ആളാ. ആ വിളക്കിന്റെ വില എത്രയാണെന്നറിയോ? 50 ലക്ഷം. എന്റെ പണം 25 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞിട്ട് വേറെ 2 പേര് 25 ലക്ഷം കൊടുത്തു. പറ്റിച്ചോടി വന്നവളല്ലേ. എത്ര ഓടിയാലും ഒരിടത്ത് വന്ന് നിന്നല്ലേ പറ്റൂ. അതാണ് ഇവിടെ വന്ന് നിന്നത്. എനിക്ക് കുറച്ച് സമയം തരൂ. നിനക്ക് സമയം തന്നാൽ എന്റെ സമയം തീരും. എന്താ പൂർണിമ, എന്താ ചെയ്യാൻ പോന്നേ? ഞാൻ വേണേ കൊടുക്കട്ടെ? സിംഗിൾ പേയ്മെന്റ്, ചെക്ക് ഓർ ക്യാഷ്? എന്തിനാ അവനെ നോക്കുന്നത്? അവന്റെ കയ്യിൽ വല്ലതുണ്ടോ? എന്താ മൻസു, നിന്റെ അടുത്ത് വല്ലതുണ്ടോ? എങ്ങനെ ഉണ്ടാവാനാ? നീ ആഫ്റ്റർ ഓൾ ഒരു ഡെയിലി ലേബർ, കമ്മീഷൻ ഏജന്റ്. നീ വിൽക്കുന്ന ബൾബ്, സ്വിച്ച്, ഇത്രയും പോകുന്ന വയറ്, ഇതിനെല്ലാം കൂടി നിനക്ക് 5% കമ്മീഷൻ കിട്ടിയാലും നിനക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുമോ? എന്റെ വീട്ടിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പടാ പടാ. ഏയ്, പണം നിനക്ക് ഞാൻ സെറ്റിൽ ചെയ്യാം. അവളെ വിട്ടേക്ക്. ലക്ഷം. പണം നിനക്ക് ഞാൻ സെറ്റിൽ ചെയ്യാം.
മൻസൂർ, മൻസൂർ, എന്താടാ എന്താടാ നിനക്ക് പറ്റിയേ? എത്ര പ്രാവശ്യം ഞങ്ങൾ ഫോൺ ചെയ്യുന്നറിയോ? എന്താ നീ എടുക്കാഞ്ഞേ? എന്താ നിനക്ക് പറ്റിയെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചു പോയി. എന്താണെങ്കിലും നിനക്ക് ഞങ്ങളൊന്ന് വിളിച്ചൂടെ? ഞാൻ ശംഖ് കറക്കി നോക്കി. ഇന്ന് ഷാർജ ക്രിക്കറ്റിന് പോകാൻ പറ്റില്ലെന്ന് ശംഖ് പറഞ്ഞത് വളരെ കറക്റ്റായി. ഈ ശങ്കൊണ്ട് നിന്റെ ചങ്കിനിട്ട് ഞാൻ കുത്തും. അയ്യോ, ജോത്സ്യം പറയേണ്ട നേരമാണത്. അവനെ കാണാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാ. എന്ത് പറ്റി നിനക്ക്? ഇതിനു മുമ്പ് നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്താന്ന് പറയടാ, ഞങ്ങളില്ലേ നിനക്ക്? ജീവിക്കാൻ വേണ്ടി ആണുങ്ങൾ നാട് വിട്ടു പോകുന്നത് തന്നെ കഷ്ടമാണ്. അപ്പോഴാ ഒരു പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടൂടെ വന്നിരിക്കുന്നത്. പൂർണിമ പാവാടാ. പാവം തന്നെ. ആരാ ഇല്ലെന്ന് പറഞ്ഞത്? പണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ ഇവൻ വന്നിരിക്കുന്നേ. അത് ചെറിയ എമൗണ്ട് വല്ലതും ആണോ? എവിടെ നിർത്തി കൊടുക്കും? സിറ്റുവേഷൻ എങ്ങനെയാ? വേറെ വഴിയില്ല. അത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഡേയ്, എന്റെ ശങ്കിന് ജോലി കൊടുത്തിട്ട് ഒരുപാട് നാളായിടാ. ഞാൻ കറക്കി നോക്കട്ടെ, പണം കിടക്കുമെന്ന് അത് പറയും. വേണ്ടാമാ, ശങ്കിന് ഇന്നും വേലയില്ലേ? ശരി, നിനക്കും ഇന്ന് ചന്ദ്രാഷ്ടമമാണോ? പണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ തെറ്റ്. പറ്റുമോ പറ്റില്ല എന്നുള്ളത് പിന്നെ. ജീവിക്കാൻ വന്നിടത്ത് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പൂർണിമ സാധാരണ ഒരു വെയിറ്റസ് ഡാ. എന്താ വെയിറ്റർസ് എന്താ മോശമാണോ? ഡാ, എല്ലാത്തിനും തയ്യാറായവരെ ഇവിടെ വരും. ജോലിയൊക്കെ വെറും ഒരു അടയാളം മാത്രം. ആരെപ്പറ്റി മോശമായി പറയരുത് ജെയിംസ്. പിന്നെ പതിവ്രതകളാണോ ഇവരൊക്കെ? നീ വിചാരിക്കുന്ന ഒരു പെണ്ണല്ല പൂർണിമ. എനിക്ക് അവളെ പറ്റി നന്നായിട്ട് അറിയാം. അവളെ അറിയോ അതോ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയോ? പറയൂ, ഞാനും കേൾക്കട്ടെ. പിന്നെയും വേണ്ടാത്തത് പറയല്ലേ ജെയിംസ്. ഡാ, പിന്നെ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ പറ്റി വേറെ എന്താ പറയേണ്ടത്? ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ട് സംസാരിക്കാൻ റേറ്റ്, അടുത്തുനിന്ന് സംസാരിക്കാൻ റേറ്റ്, തൊട്ട് സംസാരിക്കാൻ റേറ്റ്, കൂടെ കിടന്ന് സംസാരിക്കാൻ റേറ്റ്. ഞങ്ങളൊന്നും കാണാത്ത പെണ്ണുങ്ങളല്ലല്ലോ ഇവിടെ. കൂട്ടുകാരനാണെന്ന് വിചാരിച്ചടാ ഞാൻ. ഓ, അപ്പൊ ഇത്രയും കാലം കൂട്ടുകൂടി നടന്നതൊക്കെ മറന്നോ? അതാണോ എന്നെ എതിർത്ത് സംസാരിക്കുന്നത്? ഇപ്പൊ എന്നേക്കാളും വലുത് നിനക്ക് അവളാണല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്നെക്കാളും വലുത് എനിക്ക് അവളാ. അങ്ങനെ എന്നേക്കാൾ കൂടുതൽ നീ ആ മാലാകയിൽ എന്താ കണ്ടത്? മൻസൂർ, എന്താ കഷ്ടം ഇത്? ആനന്ദ്, ഇനി ഞാനിവിടെ നിൽക്കില്ല. വേണ്ടാത്തവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ആനന്ദേ, ഞാൻ വേറെ സ്ഥലം റെഡിയാക്കി. എന്താ ഇത്? നീ എന്റെ കൂടെ പോരെ. എന്തായി പറയുന്ന? ഞങ്ങൾ ആരെങ്കിലും വഴക്കൂടിയെ സമാധാനപ്പെടുത്തുന്ന ആളാ നീ. ഇപ്പൊ നീ തന്നെ വഴക്കിന് വന്നിരിക്കുക. രാത്രി എത്ര ലേറ്റായിട്ട് വന്നാലും ജെയിംസ് നിന്നെ കുറിച്ച് അന്വേഷിക്കാം. രാവിലെ എത്ര നേരത്തെ പോയാലും നീയും അവനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാന്ന് പറഞ്ഞ അതല്ലാതെ വേറെ വഴിയില്ല. പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി പറയടാ, അതല്ലാതെ പിരിയാനുള്ള വഴിയല്ല നോക്കേണ്ടത്. നീ എന്റെ ഒപ്പം വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറയുന്ന കേക്ക്. ഞാൻ നിന്റെ അടുത്ത് സോറി പറയാൻ പോകുന്നില്ല. എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വിട്ടുകള. അതിന് നീ ഇവിടെ നിന്ന് പോയ കാര്യങ്ങളൊക്കെ ശരിയാകൂ. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? ആ പെണ്ണിനെ രക്ഷിക്കണം. അതിന് പണം ആവശ്യമാണ്. അതിനെപ്പറ്റി ആലോചിക്കും. നീ പറഞ്ഞതൊരു വലിയ കാര്യമാണ്. നീ ക്രിസ്ത്യൻ ആണെങ്കിലും നിന്റെ ജാതകം ഞാൻ നോക്കി. നിന്റെ നക്ഷത്രം ആയില്യം നക്ഷത്രം. ഇന്ന് നിനക്ക് ചന്ദ്രാഷ്ടമം വേറെ. എന്ത് പറ്റും ഏത് പറ്റുമെന്ന് ഭയന്നുകൊണ്ടിരുന്നു. നല്ല കാലം. ഇന്ന് നിന്റെ ചന്ദ്രാഷ്ടമം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട്സുക്കുള്ള ഒരു പ്രശ്നവും വരില്ലെന്ന് എന്റെ ശങ്ക് പറഞ്ഞിരിക്കുന്നു. സ്വന്തം നാട്ടിൽ കൊടുക്കൽ വാങ്ങലിന് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അധ്വാനിക്കാൻ വന്ന ഈ നാട്ടില് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരി, എത്ര ലക്ഷമാണെന്നാ പറഞ്ഞേ? 50 ലക്ഷം രൂപ. ഒരു നിമിഷം പോലും എടുത്തില്ല പറയാൻ. എവിടുന്ന് കൊണ്ടുവരും ഇത്രയും ലക്ഷം രൂപ?
ഇതൊന്നും ശരിയാവുന്ന കാര്യങ്ങളല്ല. വേണ്ട, വിട്ടുകളാ. സാർ, സാറിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. 4 വഴിക്ക് സമ്പാദിച്ച് 1 വഴിക്ക് ചെലവ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സമ്പാദിക്കാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ ചെലവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനാ വിളിച്ചോണ്ട് വന്നത്. ജെയിംസെ, 1 or 2 ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തന്നേനെ. 10 ലക്ഷമാണെങ്കിൽ പോലും അറബിയുടെ പൈസ ഞാൻ റൊട്ടേറ്റ് ചെയ്തേനെ. പക്ഷേ ഇത്രയും പൈസക്ക് ഞാൻ അവിടെ പോവും. സമാധാനമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കായിരുന്നു. പക്ഷേ മോഹൻരാജ്, അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവനാ. ഏതോ ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കണോ? പൂർണിമ അങ്ങനെ ഒരു പെണ്ണല്ല സർ. എന്തൊരു കഷ്ടം വന്നാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ജീവിക്കുന്നത്. ഞാൻ അവളെ സ്നേഹിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവൾക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു സർ. ഇപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ അങ്ങനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണോ സർ? ശരി, തരാം. ഹലോ പൂർണിമ, ഗോപാലകൃഷ്ണൻ സാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ധൈര്യമായിട്ട് മോഹൻരാജോട് പറഞ്ഞോ പണം തിരിച്ചു കൊടുക്കാമെന്ന്. മിസ്റ്റർ ആനന്ദ്, അഹമ്മദിന് അത്യാവശ്യമായി നാട്ടിലേക്ക് പോകണം. അതിനു പകരം കുറച്ച് ദിവസത്തേക്ക് വേറൊരാൾ വരും. ആ ശരി. എക്സ്ക്യൂസ് മീ. ഓക്കെ ഓക്കെ അഹമ്മദ്, യു ക്യാൻ ഗോ. ആ ചേട്ടാ, സുഖമായിരിക്കണോ ആനന്ദ്? നന്നായിരിക്കുന്നു. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ രാത്രി ചേച്ചി കുറച്ച് സീരിയസ് ആയി, പൾസ് ഡ്രോപ്പായി. എന്നിട്ട് ഡോക്ടർ വന്ന് കണ്ടു, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ശരിയാവും. എപ്പോഴും ചേച്ചി അടുത്ത് തന്നെ ഉണ്ടാവണം ചേട്ടാ. ശരി, ഞാൻ നോക്കിയോളാം, നീ പേടിക്കണ്ട. ശരി ചേട്ടാ, എല്ലാം ശരിയാവും. ഞാൻ ഇപ്പൊ സൈറ്റിലാ. റൂമിലെത്തിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ശരി ആനന്ദ്. ആനന്ദ്, മിസ്റ്റർ ആനന്ദ്, വൈ ആർ സോ അപ്സെറ്റ്? നിങ്ങൾ സൈറ്റിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നെന്ന് മിസ്റ്റർ മോഹൻ പറഞ്ഞു. ഏയ് ഒന്നുമില്ല മാം. എൻ്റെ അടുത്ത് പറഞ്ഞൂടെ? എൻ്റെ ചേച്ചി നാട്ടിലൽപ്പം സീരിയസ് ആണ്. നല്ലൊരു പാട്ട് ടീച്ചറായിരുന്നു. പാട്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വലിയ ജീവനായിരുന്നു ചേച്ചി. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്യാതായിപ്പോയി. ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അപ്സെറ്റ് ആയത്. സോറി മാം. ഡോണ്ട് വറി ആനന്ദ്, നിങ്ങളുടെ ചേച്ചിക്ക് എല്ലാം ശരിയാവും. ഹലോ മാഡം. ആനന്ദ്, യെസ് മാഡം. നാളെ രാവിലെ നമ്മൾ അബുദാബിക്ക് പോകുന്നു. ഒരു ഡോക്ടറെ കാണാം. ഓക്കെ. ഹായ്. ഹായ് മാം. ഡോക്ടർ ജോൺ എബ്രഹാം. ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ക്യാബിൻ. താങ്ക് യു. യു ആർ വെൽക്കം. Who's this patient? My sister, sir. Mr. Anand. See, Mr. Anand. Sir. Meningitis is an infection that affects brain and the spinal cord. Sometimes it damages the brain. In your sister's case, it starts getting complicated. ഇന്നലെയും കൂടി കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. Don't worry, Mr. Anand. உங்க சிஸ்டரோட கேஸ் ஹிஸ்டரி நான் பார்த்தேன். அதில் ஒரு தவறும் நடக்கல. ட்ரீட்மெண்ட்டை டாக்டர்ஸ் எல்லாம் கரெக்டாக தான் கொடுத்துட்டு இருக்காங்க. எனியோ நெக்ஸ்ட் மந்த் நான் இந்தியா வருவேன். அப்போ கண்டிப்பாக உங்கள் சிஸ்டரை பார்க்குறேன். ஓகே? டோன்ட் வரி. சரி. தேங்க் யூ. யூ வெல்கம். Have a nice day. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. തുടങ്ങി. ഐ ആം നോട്ട് എ സോഷ്യൽ വർക്കർ. എൻ്റെ ചേച്ചിക്ക് വേണ്ടി മാഡം ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? നമ്മൾ ഒരുപാട് പേരെ ദിവസവും കാണുന്നു. ബൈ സീയിങ് ദം ദേ ഡോണ്ട് ബിക്കം നോൺ പീപ്പിൾ. അറിയുന്നവരെല്ലാവരും
ഫ്രണ്ട്സ് ആവണം എന്നില്ല. ബസ് സ്റ്റോപ്പിൽ എപ്പോ ബസ് വരുന്ന ചോദിക്കാൻ പോലും ഒരു പെണ്ണ് വിശ്വസിക്കാവുന്ന മുഖമാണ് അന്വേഷിക്കുക. എനിക്ക് ആ വിശ്വാസം നിങ്ങളിൽ കാണാൻ പറ്റി. That's why I'm coming with you. Uncle, we are planning a prestigious project on an exclusive mountaintop. Definitely it'll be a landmark hotel globally. All the plannings and permissions are done. We are going to launch the project very shortly. See how the younger generation take over us. Nisha, why don't you take Bashir out and also take him for a desert drive? Go ahead. Okay, Daddy. Bashir? Yeah, sure. Made for each other. They are a good match. Why don't they join together in life also? Okay, I also felt the same. Let's plan it. That's it. हेलो भैया मैं फातिमा बोल रही हूँ. हाँ फातिमा പറയൂ. अब मैं यहाँ पे 1 मिनट और भी नहीं रह सकती. अगर आप मेरे को हेल्प नहीं कर सकते तो मैं यहीं पर मर जाऊंगी. വേണ്ടാത്തൊന്നും പറയാതെ. प्लीज मुझे किसी भी तरह मेरे पेरेंट्स के पास भेज दो. मैं आपकी बहुत आभारी रहूंगी. मेरी जिंदगी अब सिर्फ आपके भरोसे है. നീ പേടിക്കണ്ട. അവന്റെ അടുത്ത് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ठीक है भैया. പക്ഷേ ഒരു കാര്യം. ഇത് നൗഷാദ് അറിയരുത്. അറിഞ്ഞാൽ എനിക്കും നിനക്കും പ്രശ്നമാണ്. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഉടനെ വിളിക്കാം. ജെയിംസ്, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. എനിക്ക് അർജന്റായിട്ട് കൊച്ചിയിലേക്ക് ഒരു ടിക്കറ്റ് വേണം. എന്താ ഇത്രയും ടെൻഷൻ ആയിരിക്കുന്നത്? എനിക്ക് അറിയാവുന്ന ഒരു പെണ്ണിന് അർജന്റായിട്ട് നാട്ടിലേക്ക് പോകണം. ശരി, പേര് പറ. ഫാത്തിമ. പാസ്പോർട്ടിലുള്ള പേര് തന്നെയല്ലേ? അറിയില്ല, ഡൗട്ടുണ്ട്, ചോദിച്ചോട്ടെ. ഡൗട്ടാ? എന്താ ഇത്? ഹലോ. ഫാത്തിമ, പാസ്പോർട്ടിലെ പേരെന്താ? ഫാത്തിമ റഹ്മാൻ. ഫാത്തിമ റഹ്മാൻ. ഞാൻ ട്രാവൽസിലാ ഉള്ളത്. ശരിയാക്കിയിട്ട് വിളിക്കാം. ഓക്കെ ഭയ്യ. ജെയിംസ്, പാസ്പോർട്ടിലുള്ള പേര് ഇപ്പോഴാണോ ചോദിക്കുന്നത്? വല്ല പ്രോബ്ലം ഉണ്ടാവോ? ഒന്നും പേടിക്കണ്ട, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് ശരിയാക്ക് പ്ലീസ്. ടിക്കറ്റ് ശരിയാക്കി എന്നെ വിളിക്ക്, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. വരട്ടെ. താങ്ക് യു. ഓക്കെ ജെയിംസ്. ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ. ഇവളെവിടെ പോയി? സർ, ഫാത്തിമയെ കാണാനില്ല. എനിക്കൊന്നും അറിയണ്ട. അവരെത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പോലീസും കോൺസുലേറ്റും പറഞ്ഞാ നമ്മളെല്ലാവരും അകത്താകും. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. മൻസൂർ, ഈ ലോകത്ത് ജീവൻ ചോദിച്ചാലും തരാൻ ആളുണ്ട്. പക്ഷെ കടം അതൊരുത്തനും തരില്ല. അതാണ് സത്യം. മനസ്സിലായോ? പക്ഷെ എനിക്ക് നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് നിങ്ങളെ എല്ലാവരെയും അത്രയ്ക്ക് ഇഷ്ടമാണ്. എമൗണ്ട് വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എനിക്ക് തരണം. തീർച്ചയായിട്ടും സാർ. ലക്ഷ്മി, വരുന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇല്ല, വേണ്ട വേണ്ട. എനിക്ക് സ്കൂൾ വരെ ഒന്ന് പോണം. എന്നെ നോക്ക് മൻസൂറേ. വേണ്ട സാർ, നിങ്ങളുടെ വിശ്വാസം. കാശിന്റെ ഇടപാടല്ലേ. തരുന്നവൻ എണ്ണാതെ തന്നാലും നമ്മൾ എണ്ണിയെ വാങ്ങാവൂ. കണ്ടോ, നല്ല ശകുനം. ജെയിംസേ, ആരാ നോക്കി? ശരി സാർ. Sir, you... Mr. Gopalakrishnan, I didn't believe my own blood. I believed you, but you cheated me. Millions of dirhams. I want my money back immediately. Understand? I can put you in jail. But I didn't, because your family is here. They should not leave the country. Jitu, take all their passport, this money, and come to my office.
come fast, don't delay. നീയാണല്ലേ? എത്ര കാലം നിങ്ങളുടെ ഡ്രൈവറായിട്ടിരിക്കും? എനിക്കും ഒരു ഡ്രൈവർ വേണ്ടേ? എല്ലാം നിങ്ങൾ കാണിച്ചു തന്ന വഴി തന്നെ. ആ, നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് പോയി. സാർ 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 എന്ത് പറ്റി? എന്ത് പറ്റി സാർ? സാർ സാർ ഹോസ്പിറ്റലിൽ പോണോ സാർ? സാർ എന്ത് പറ്റി? സാർ സാർ യു ആർ ഓക്കെ? ഒന്നുമില്ല. പൂർണ്ണമായിട്ട് ഞാനിപ്പോ എന്ത് പറയും? പണം കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആകെ ഒരു സഹായം ഗോപാലകൃഷ്ണൻ സാറായിരുന്നു. ഇപ്പൊ അതുമില്ലാണ്ടായി. മോഹൻരാജിന് കൊടുത്ത സമയം തീരാൻ പോവുക. പൂർണ്ണയോട് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞത് അവൾക്ക് താങ്ങാൻ പറ്റുമോ? എങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും? വേറെ വഴിയില്ലടാ. നീ പറയണം, പറഞ്ഞേ പറ്റൂ. എന്താ മൻസൂർ? മൻസൂർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു 6 മാസം സാലറി ചോദിച്ചാൽ എനിക്ക് തരുമായിരിക്കും. കിട്ടിയാൽ നിനക്ക് ഉപകാരപ്പെടുമല്ലോ. ഡേയ്, സ്വന്തം ഊരിൽ എനിക്ക് കുറച്ച് തറവാട് സ്വത്തെടുക്ക്. അത് പണയത്തിലാണ്. അത് തിരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് തിരിച്ചെടുത്താൽ എനിക്ക് ഒരു വിലയുണ്ടാവും. ആണാ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് മുന്നിൽ ആ വിലയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ കൂട്ടിവെച്ചത് തീർച്ചയായിട്ടും നിനക്ക് തരാം. മോഹൻരാജിന് കൊടുത്ത സമയം കഴിഞ്ഞു. പൂർണിമ, അവളിനി എന്ത് ചെയ്യും? പണം കിട്ടിയാലേ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ? പണം കിട്ടിയില്ലോ, വിട്. ആ മോഹൻരാജിനെ ഈ ലോകത്ത് നിന്ന് തന്നെ ഞാൻ പറഞ്ഞുവിടാം. ഏയ്, നീ നിന്റെ ദേഷ്യത്തെ എങ്ങനെ കാണിച്ചാൽ അത് പൂർണ്ണമായി ബാധിക്കും. എനിക്കൊരു വിശ്വാസമുണ്ടാ. എല്ലാ വഴി അടഞ്ഞാലും ഒരു വഴി തീർച്ചയായിട്ടും തുറന്നിരിക്കും. ഞാൻ ഒരുപാട് സോഴ്സിൽ പണം ട്രൈ ചെയ്യുന്നുണ്ട് പൂർണിമ. എന്റെ ഫ്രണ്ട്സും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് പണം കിട്ടും. വേണ്ട മൻസൂർ, വിട്ടുകളാ. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് മൻസൂർ. അതിനേക്കാൾ കൂടുതൽ വിശ്വാസം എനിക്കെന്റെ വിധിയിലുണ്ട്. സംഭവിക്കാനുള്ളതൊക്കെ അതുപോലെ സംഭവിക്കട്ടെ. ഞാൻ കാരണം നീ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. വേണ്ട, ശരി, നീ പോ. ഡ്യൂട്ടിക്ക് സമയമായി. മോഹൻരാജ് കാണണ്ട. ഹലോ ഹലോ ജെയിംസ്. ഇന്നലെ രാവിലെ വീട് വിട്ട് പോയതാ. ഇതുവരേക്കും വന്നിട്ടില്ല. ഫോണിലും കിട്ടുന്നില്ല. ഞാൻ അന്വേഷിക്കാം ചേച്ചി. 2 ദിവസം മുന്നേ ഖത്തറിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇനി അവിടെ പോയതായിരിക്കോ? നിങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാവോ? ശരി ചേച്ചി. ഹലോ ജെയിംസ്, ജിത്തു. പറ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ? സീരിയസ് മാറ്ററാ. ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി. എന്താ നീ പറയുന്നത്? ആത്മഹത്യ ചെയ്തു.
സീസൈഡ് വില്ലയില് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വാച്ച്മാൻ ബോഡി കണ്ടത്. പോലീസ് ഫോർമാലിറ്റി എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അറബി എല്ലാം നോക്കിക്കോളും. Sorry. I never expected him to take such a drastic decision. I feel sorry for his family. But what can I do? It's his fate. I really don't want his family to suffer. James, look, these are their passports and 100,000 dirhams for their family to go back to India. God bless them. Take care. സൂയിസൈഡ് ചെയ്താൽ പിന്നെ പൈസ തിരിച്ചു കൊടുക്കണ്ടല്ലോ. അറബി നല്ലവനായിപ്പോയി. ചേച്ചിയോട് എങ്ങനെ പറയും? അതാ ഇപ്പം ഞാനും ആലോചിക്കുന്നത്. ചെറിയ ചെറിയ കുട്ടികളും ഉള്ളതാ. മറക്കാൻ പറ്റുന്ന കാര്യമാണത്. അല്ലെങ്കിൽ തന്നെ മരിച്ചിട്ട് 2 ദിവസമായി. കുട്ടികളിത് പറയാതിരിക്കാൻ നല്ലത്. വാ. என்னடி உன் பொண்ணு துபாயில ஓடி ஒளிஞ்சிருக்காளா? அந்த பூர்ணிமா எங்க ஓடி ஒளிஞ்சாலும் எங்க கைமல் சார் கையிலேருந்து தப்பவே முடியாது. ஆணுங்கள் இல்லாத வீடுங்க இப்படி ஆளுகளை கூட்டி வந்து அநியாயம் பண்றீங்களே. துபார், உனக்கு கொடுத்த டைம் முடிஞ்சு போச்சு. பணத்தை திருப்பி கொடு, இல்ல அசிங்கப்படுத்திட்டு போயிருவேன். என் பொண்ணு உங்க பணத்தை ரெடி பண்ணிட்டு இருக்காங்க, சீக்கிரமா கொடுத்துருவா. இதே பதில் எத்தனை தடவை சொல்லிருப்பேன்? அடுத்த தடவை வரும்போது பணத்தை கொடுக்கல உன் பொண்ணுங்களை தூக்கிடுவேன். ஜாக்கிரதை. അമ്മേ, ആരാ അമ്മേ അവര്? എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല മോളെ. പറയമ്മേ. ഞാനടി വിളിക്കുന്നേ. സുഖായിരിക്കുന്നു അമ്മേ. എന്ത് സുഖാടി മോളെ ഇവിടെ എനിക്ക്. എന്റെ കഷ്ടപ്പാട് എനിക്ക് അറിയൂ. ഇവിടെ ഏത് സമയത്ത് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് അറിയില്ല മോളെ. എന്താ അമ്മേ പറയുന്നത്? ആ കൈമളിന്റെ ആൾക്കാർ വന്ന് പൈസ വെക്കെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. വീട്ടിൽ പ്രായമായ നിന്റെ അനിയത്തിമാരെ വെച്ച് ഞാൻ എന്ത് കഷ്ടപ്പെടുന്നെന്നറിയോ? പണം അറേഞ്ച് ചെയ്യുന്നുണ്ടമ്മേ. ഞാൻ എത്രയും പെട്ടെന്ന് വരും. നീ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് പണം അയക്കേ. ധൈര്യമായിട്ടിരിക്കമ്മേ, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരും. നീ ഉടനെ കാശ് അയച്ചില്ലെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. സ്വാമി, നീയാണല്ലേ ഫാത്തിമയുടെ ടിക്കറ്റ് ശരിയാക്കിയത്? ഓഹോ, അവനാണതിന്റെ പിന്നിൽ. അവനെ വെറുതെ വിടരുത്, തീർത്ത് കളഞ്ഞേക്ക്. ഡു ഇറ്റ് ഫാസ്റ്റ്. ജെയിംസ്, ആള് ഡ്യൂപ്ലിക്കേറ്റ് സാധനോട് വന്നിട്ടുണ്ട്. ഏത് നാട്ടിലെയാ? ഏതാ എന്തെന്നൊക്കെ നേരിട്ട് കാണാം. നീ ആ ഡെസർട്ടിലേക്ക് പോ. ഹായ് ജെയിംസ്, നീ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങിക്കാൻ വന്നാണോ? ദേ നിൽക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ, കണ്ടില്ലേ? നീ ഫാത്തിമയെ നാട്ടിലേക്ക് അയച്ചല്ലേ? നിന്നെ ഈ ലോകത്ത് നിന്ന് അയക്കാൻ പോവാ.
പറയടാ മൻസൂർ. ജെയിംസിനെ ആരും ആക്രമിച്ചു. നീ എന്താ ഈ പറയുന്നേ? ഐസിയുല ഡോക്ടർ അല്പം സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലടാ. ഞാൻ ഉടനെ വരാം. ഏത് ഹോസ്പിറ്റലാ? GMC ഹോസ്പിറ്റൽ. പൂർണിമയും ഫോൺ എടുക്കുന്നില്ലടാ. നീ പൂർണിമയെ പറ്റി ടെൻഷൻ ആവേണ്ട, ഞാൻ വരുന്ന വഴി നോക്കിയിട്ട് വരാം. ഹലോ സർ. പൂർണിമ, ഞങ്ങൾ തന്ന സമയം കഴിഞ്ഞു പോയി. നീ ചോദിച്ചു വാങ്ങിയ സമയവും കഴിഞ്ഞു. നിന്റെ കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് മിസ്റ്റർ കൈമളിനെ ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. യു കാൺ പുഷ് ദിസ് എനി ഫർദർ. എന്താ നിന്റെ തീരുമാനം? സർ ഇങ്ങോട്ട് വന്നോളൂ. ഗുഡ്. ഹലോ പൂർണിമ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. എന്താ നിന്റെ തീരുമാനം? വലിയ തീരുമാനമൊന്നും എടുക്കാനില്ല സർ. എപ്പോഴോ എടുത്ത തീരുമാനം തന്നെയാ. മൻസൂറാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം. എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഒരു നിമിഷം പോലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. നിന്റെ ഈ തത്വം കേൾക്കാനാണോടി എന്നോട് വരാൻ പറഞ്ഞത്? നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് എന്തും വാങ്ങിക്കാം, പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് വാങ്ങിക്കാൻ പറ്റില്ല. അത് പറയാനാ ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് വേണ്ടി അലയുന്ന മനസ്സ് പക്ഷെ ഒരാൾക്ക് വേണ്ടി മാത്രമേ തുടിക്കൂ. നിനക്ക് നിന്റെ പണം കൊണ്ട് ആരുടെ മനസ്സിനെയും വിലക്കെടുക്കാൻ പറ്റില്ല. ഇപ്പൊ പോലും എന്റെ മനസ്സ് മൻസൂറിന് വേണ്ടിയാ തുടിക്കുന്നത്. എല്ലാം എന്റെ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇത് തീരുമാനം എടുക്കേണ്ട നേരമല്ല, എന്നെ ഞാൻ തന്നെ തീർക്കേണ്ട നേരം. കടക്കാരിയായിട്ട് ഞാൻ ചത്താലും നിന്റെ മുന്നിൽ മാനം വിറ്റവളായിട്ട് എനിക്ക് ജീവിക്കണ്ട. നിന്നോട് ആരടി ജീവിച്ചിരിക്കാൻ പറഞ്ഞത്? നീ എങ്ങനെ ചത്താലും എല്ലാരും കൂടി നിന്നെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കിടത്തും. അതിനു മുമ്പ് നീ എന്റെ കൂടെ ഒന്ന് കിടക്കടി മോളെ.
മിസ്റ്റർ മൻസൂർ, ഇന്ത്യയിലെ പോലെ ഇവിടെ ഈസിയായിട്ട് ആർക്കും ജാമ്യം കിട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫ്രണ്ട്, മറുഭാഗത്ത് നിങ്ങളുടെ ലവർ. നിങ്ങളുടെ പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് മർഡർ കേസാ, ജാമ്യം പോലും കിട്ടില്ല. സാർ, അവൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തല്ല. ന്യായത്തിന്റെ പേരിൽ നമുക്ക് എന്ത് സംസാരിക്കാം, പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ അതൊന്നും നടക്കില്ല. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ സാർ? സാറിന് മാത്രം വിശ്വസിച്ച വന്നത്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും സാർ. മൻസൂർ, ഐ റെസ്പെക്ട് യുവർ ഇമോഷൻസ്. ഞാൻ എത്ര വലിയ ലോയർ ആയാലും ഈ നാട്ടിൽ വാദിക്കാൻ പറ്റില്ല. അറബി ലോയേഴ്സിന് മാത്രമേ ഇവിടെ വാദിക്കാൻ പറ്റൂ. ഇനി അവർക്ക് രണ്ടുപേർക്കും പുറത്തു വരാൻ കഴിയില്ലേ സാർ? ഉടനെ വെളിയിൽ വരാൻ സാധ്യതയില്ല. വലിയ അറബി ലോയേഴ്സിനെ എൻഗേജ് ചെയ്യണം. അവരുടെ ഫീസ്, മറ്റ് ഫോർമാലിറ്റീസ് എല്ലാം നല്ല ചെലവ് വരും. അത് മാത്രമല്ല, അത് വലിയ ബിഗ് ഷോട്ട്സിന്റെ ഇൻഫ്ലുവൻസും ആവശ്യമായിട്ട് വരും. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? വലിയ അറബി ലോയേഴ്സിനെ എൻഗേജ് ചെയ്യണം. അവരുടെ ഫീസ്, മറ്റ് ഫോർമാലിറ്റീസ് എല്ലാം നല്ല ചെലവ് വരും. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? മൻസൂർ, ഹലോ. ഹലോ മൻസൂർ, ആരാ? ഞാൻ ആനന്ദിന്റെ അളിയനാ സംസാരിക്കുന്നത്. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. മൻസൂർ, മൻസൂർ. എന്താടാ? നാട്ടിൽ നിന്ന് ആനന്ദിന്റെ അളിയനാ സംസാരിക്കുന്നത്. ആനന്ദിന്റെ വീട്ടിൽ നിന്നോ? നീ സംസാരിക്കേ, സംസാരിക്കേ. ഹലോ. മൻസൂർ, സുഖായിരിക്കുന്നോ? നന്നായിരിക്കുന്നു. 2-3 ദിവസമായി ട്രൈ ചെയ്യുന്നു, ആനന്ദിന് കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ അവനോടെ ഇല്ല. അവൻ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുക. 2-3 ദിവസമായി അവന്റെ ശബ്ദം കേൾക്കാതെ മനസ്സിന് നല്ല വിഷമമുണ്ട്. ഞാനും ട്രൈ ചെയ്തോണ്ടിരിക്കുക. അവൻ എന്നെ തിരിച്ചു വിളിക്കും. അപ്പൊ ഞാൻ അങ്കിളിനെ വിളിക്കാൻ പറയാം. ഓക്കെ. എത്ര ദിവസം ഇങ്ങനെ ഈ സത്യം അവരോട് മറച്ചു വയ്ക്കാൻ പറ്റും? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? ജോലിക്ക് വേണ്ടി ഇവിടെ വന്നവൻ ജയിലിലാണെന്ന് പറയണോ? ഒരു യാത്രാമൊഴി പോലും ചൊല്ലാതെ നീ മണ്ണിൻ മാറിലേക്കു മാഞ്ഞു പോകയോ? മഴനീരിൻ മാറിൽ അണയാതെ നിൽക്കും തെളിമിന്നൽ നെഞ്ചം നീറി തേങ്ങിയോ? അറിയാതെ വിണ്ണിൻ മഞ്ചൽ വന്നു. ഒരു യാത്രാമൊഴി പോലും ചൊല്ലാതെ നീ മണ്ണിൻ മാറിലേക്കു മാഞ്ഞു പോകയോ? ആനന്ദ് പൂർണ്ണിമയും വെളിയിൽ വരുവാടാ. ഇനി നമുക്കവിടെ കാണാൻ പറ്റില്ലേ? ഒരു പെണ്ണ് കാരണം ആനന്ദിന് ജീവിതം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന ജീവിതം കണ്ടില്ലേ? ഈ നാട്ടിലെ നിയമവും ശിക്ഷയൊക്കെ വളരെ ക്രൂരാടാ. അവരൊരിക്കലും പുറത്തു വരുമെന്ന് തോന്നുന്നില്ലടാ. ഏയ് മിണ്ടാതിരിക്കടാ. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരാൻ പാടുപെടുക. ഇനി ആരുടെ കാലിൽ വീണമെന്ന് അറിയില്ല. ഒരു വക്കീലിനെ പോയി കണ്ട എത്ര തരും, എപ്പോ തരും ചോദിക്കുക. വേറൊരു വക്കീലിൽ പോയി കണ്ട പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാ പ്രശ്നത്തിനും ഞാനാ കാരണക്കാരൻ. നാട്ടിൽ നിന്ന് നല്ലതിന് വേണ്ടി അവനെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാ തെറ്റും എന്റെയാ. ശരിക്കും പറഞ്ഞ അവനല്ലടാ.
ഞാൻ അകത്ത് പോണ്ട്. അവന് പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലടാ. ഡാടാ, ഇമോഷൻ ആവാതെ. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അവന്റെ ഫ്രണ്ടിന് ദ്രോഹം ചെയ്യോ? നീ അവന് നല്ലതിന് വേണ്ടിയല്ലേ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നു. ഇപ്പം നമ്മുടെ ഒരേ ഒരു പ്രശ്നം അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാന്നുള്ളതാണ്. പുറത്തിറക്കണം എന്നറിയാം, പക്ഷെ അത് ആരെ കൊണ്ട് പറ്റും? നമുക്ക് നല്ല ചെയ്യുന്നു വിചാരിച്ച നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് നമ്മളെല്ലാം വിട്ടിട്ട് പോയി. എല്ലാത്തിനും ധൈര്യം തന്നിരുന്ന ജെയിംസ് ഇപ്പോൾ ഹോസ്പിറ്റലാ. നമ്മളിപ്പോൾ അനാഥരായിട്ട് നിൽക്കുക. ആരുണ്ട് നമുക്ക് ഈ നാട്ടിൽ നല്ല ചെയ്യാൻ? ആരും നമ്മളെ സഹായിക്കും? നിഷ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സഹായം ചോദിച്ച ആരടുത്ത് പോയാലും പോയ വഴി തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നു. നിഷ വിചാരിച്ച ഡാഡിയോട് സംസാരിക്കാൻ പറ്റും. അവരെ രണ്ടുപേരും രക്ഷിക്കാൻ നിഷ ഡാഡിക്ക് മാത്രമേ കഴിയൂ. പ്ലീസ്. Why did you kill him? Tell the truth. No, sir. I did not kill him. Things are looking very difficult in this case. I feel it will take a lot of time. Only option is blood money. Call Mohan Raj's family. Give them whatever money they want. Finish it off once for all. എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? മൻസൂർ, നാളെ തന്നെ ആനന്ദ് പൂർണിമയും ജയിലിൽ നിന്ന് റിലീസാവും. എന്താ നിഷ പറയുന്നത്? ശരിക്കും ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. അതെ, ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അത്ര ടഫാണ്. ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ നടക്കില്ല. അതിലൊക്കെ ഉപരി ബ്ലഡ് മണി എന്നൊന്നുണ്ട്. ആരാണ് ബാധിക്കപ്പെട്ടവരെന്ന് വെച്ചാ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്ക. അതിനും അവര് സമ്മതിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അത് പ്രകാരം എന്റെ ഡാഡി മോഹൻരാജിന്റെ ഫാമിലിക്ക് ഒരു എമൗണ്ട് കൊടുത്ത് സമ്മതിപ്പിച്ചു. ഈ കേസ് എന്നേക്കുമായി ക്ലോസ് ചെയ്തു. നിഷ ഡാഡിക്ക് ഒരുപാട് പൈസ ചെലവായി കാണുമല്ലേ? എന്റെ ഡാഡി എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഈ ലോകത്ത് എല്ലാത്തിനും ഒരു വിലയുണ്ട് മൻസൂർ. വാങ്ങാൻ പറ്റുന്നവർക്ക് അത് വാങ്ങിക്കാം. വിൽക്കാൻ മനസ്സില്ലാത്തവർക്ക് വേറെ വഴിയില്ലാതെ സറണ്ടർ ചെയ്യേണ്ടി വരുന്നു.
ഇഷ്ടമില്ലാത്തവനായി കണ്ടതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രേമത്തിനും കണ്ണില്ലാതെ പോയത്. എന്തും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിവുള്ള വീട്ടിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം വാങ്ങാൻ കഴിഞ്ഞില്ല. എന്നും നീ എൻ്റെ മനസ്സിലുണ്ടാവും ആനന്ദ്. സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് തന്നെ നീയാണ്. നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ ഡാഡിയുടെ സഹായം ചോദിച്ചപ്പോൾ സഹായം ചോദിച്ചുകൊണ്ട് നിനക്ക് വരാൻ സ്വന്തം ഡാഡിയെ മൂന്നാമനായിട്ടാണോ നീ കണ്ടത്? നീ ആനന്ദ് എന്ന ബ്ലൈൻഡ് സിംഗറെ കണ്ടത്, അവനോട് ഇഷ്ടം തോന്നി നമ്മുടെ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത്, അബുദാബിയിൽ ഡോക്ടറെ കാണാൻ പോയതും എല്ലാം എനിക്കറിയാം. വിതച്ചവനോട് ചോദിച്ചിട്ട് പൂ പൂക്കാറില്ല മോളെ. എന്നാ പൂ പൂക്കുന്നത് വിതച്ചവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ നിമിഷം വരെ നീ എന്തു തന്നെ ചോദിച്ചാലും ഞാൻ നിനക്കത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് നിന്നോടുള്ള സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹത്തെ നീ എനിക്ക് സ്നേഹമായിട്ട് തിരിച്ചു തരണ്ട, അഭിമാനമായിട്ട് തിരിച്ചു തരണം. എൻ്റെ മകൾ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഇബ്രാഹിമിൻ്റെ മകൾ എങ്ങനെ ഇരിക്കണമെന്ന് പുറത്തുള്ള ഈ സൊസൈറ്റി നിന്നിൽ നിന്നും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരിയാകില്ല. എൻ്റെ ഇത്രയും കാലത്തെ അന്തസ്സ്, അഭിമാനം ഒറ്റ നിമിഷം കൊണ്ട് തകരും. അച്ഛൻ്റെ അഭിമാനം തകർന്നു പോകരുതെന്ന് നീ വിചാരിച്ചാൽ നീ നിൻ്റെ പ്രേമം വേണ്ടാന്ന് വെക്കണം. നീ നിൻ്റെ പ്രേമം വേണ്ടാന്ന് വെച്ചാൽ നാളെ തന്നെ അവർ ജയിലിൽ നിന്ന് പുറത്തു വരും. അച്ഛൻ്റെ അഭിമാനമാണോ അതോ നിൻ്റെ പ്രേമമാണോ? നീ തന്നെ തീരുമാനിച്ചോ. നമ്മുടെ രണ്ടുപേരുടെയും പ്രേമം സത്യമാണ്. എന്നാ ആ സത്യത്തിന് നടുവിലാണ് ശരിക്കുമുള്ള സത്യം, വിധി എന്നുള്ള സത്യം. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടി വന്നതെങ്കിലും ആനന്ദിന്റെ നന്മകൾ മാത്രമാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത്. ആ ദുഃഖം എൻ്റെ മനസ്സിൽ സുഖമുള്ള ഓർമ്മകളാക്കിയാണ് ഞാൻ പോകുന്നത്. അനിവാര്യതയാണ്. ആ മാറ്റം ഈ സൗഹൃദ കൂട്ടായ്മയിലും ഉണ്ടായി. മണൽക്കാറ്റിൻ്റെ വേഗതയിൽ അവരും പല വഴിയിൽ ജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുരങ്ങളിൽ എത്തിച്ചേർന്നു. പോയ കാലത്തിലെ ചട്ടമിത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയായി ജീവിതത്തിൻ്റെ നേർവഴിയിൽ ജെയിംസ് ഒരു സാധാരണക്കാരനായി അയാൾ ജീവിതം നയിക്കുന്നു. സുന്ദർ ഒരു ഓട്ടോ ഡ്രൈവറായി കുടുംബത്തിനൊപ്പം ചെന്നൈയിൽ സുഖമായി ജീവിക്കുന്നു. നഷ്ടപ്പെട്ട പ്രണയവും ജീവിതവും തിരികെ ലഭിച്ച പൂർണിമയും മൻസൂറും അവരുടെ സാമ്പത്തിക ബാധ്യത തരണം ചെയ്ത് വിവാഹിതരായി ഇന്ന് ദുബായിൽ സുഖമായി ജീവിക്കുന്നു. ഓം സ്റ്റീം ഗ്രീം ഗുരവേ നമഃ. ഞാൻ ഉദ്ദേശത്തിൽ കരക്കി പറഞ്ഞതെല്ലാം ശരിയായി. എന്റെ കയ്യിലുള്ള ചെറിയ ശംഖിനെ വലിയ ശംഖായി മാറ്റിയല്ലോ. ഈ ശംഖ് ഇനിയും വളർന്ന് വലിയ ശംഖായി മാറ്റിത്തരണേ ഭഗവാനെ. തൻ്റെ പ്രവചനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം നടത്തിയെന്ന് വിശ്വസിച്ച സംഘസ്വാമി തൻ്റെ ജ്യോത്സ്യവുമായി ദുബായിലും നാട്ടിലുമായി ജീവിക്കുന്നു. ദുബായ് എന്ന മായാനഗരത്തിൽ വെച്ച് തനിക്ക് വേണ്ടി ജീവിതം ത്യജിച്ച് എവിടെയോ അകന്നുപോയ നിഷ എന്ന പ്രണയിനിയുടെ നിറമുള്ള ഓർമ്മകളുമായി ഒരു വലിയ ബിസിനസ്സുകാരനായി മാറിയാണ് ഉയർന്ന ജീവിത നിലവാരത്തിൽ സത്യമുള്ള ഈ മണൽ നഗരത്തിൻ്റെ കാറ്റേറ്റ്
ആകാശക്കൂടാരത്തിൻ്റെ കീഴിൽ അയാൾ പുതിയ ജീവിത ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നു.